ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് അറിയാത്തത് കൊണ്ട് പറയാം, നമുക്കിന്ന് വചന ശുശ്രൂഷ നൽകുന്നത് ഡോക്ടർ സന്ദീപ് നായരാണ്. ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. കരുനാപ്പള്ളിയിൽ സാന്ത്വനം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പലരും അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വൈഫ് ഡോക്ടർ ശ്രീകല പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡോക്ടർ ബീന, നമുക്കൊക്കെ അറിയാവുന്ന ഡോക്ടർ ബീന വഴി യേശുവിനെ അറിഞ്ഞു. രണ്ടുപേരും തീരുമാനമെടുത്ത് ഉറച്ചു നിൽക്കുന്നു. അവരൊക്കെ നിത്യതയ്ക്ക് അവകാശികളായി ആ ഒരു ഉറപ്പോടെ നിൽക്കുകയാണ്. നമുക്കും ഇങ്ങനെ ഒരു ക്രൈസ്തവ ഭവനത്തിൽ ജനിക്കാത്തവരുടെ വായിൽ നിന്ന് സുവിശേഷം കേൾക്കുമ്പോൾ കുറെ കൂടെ ഭയത്തോടും വിറയലോടും കൂടെ കേൾക്കാം. ഡോക്ടറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. താങ്ക് യു മാഡം, താങ്ക് യു. നമുക്ക് അതെ സാറിനെ കാണുന്നുണ്ട്. വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ എത്ര ഭയഭക്തിയോടുകൂടി ആയിരിക്കണം കർത്താവേ. ഞങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന സ്നേഹനിധിയായ പിതാവാണെങ്കിലും അവിടുന്ന് കർത്താവെ ദഹിപ്പിക്കുന്ന അഗ്നി, അവിടുന്ന് അടുത്തുകൂടാതെ വെളിച്ചത്തിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം, അവിടുത്തെ മുൻപാകെ കർത്താവെ കർത്താവെ യോഹന്നാൻ പത്മോസ് ദ്വീപിലെ അവിടുത്തെ കാൽക്കല ഒരു മരിച്ചവനെ പോലെ വീണതുപോലെ കർത്താവെ ഞങ്ങളെ അവിടുത്തെ മുമ്പാകെ അവിടുത്തെ പാതാരബന്ധത്തിൽ കർത്താവെ ഒരു മരിച്ചവനെ പോലെ കർത്താവെ ഞങ്ങളെ വീഴുന്നു, ആരാധിക്കുന്നു. അവിടുന്ന് എല്ലാ മഹത്വത്തിനും യോഗ്യൻ കർത്താവെ. അവിടുന്ന് തന്നെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചാട്ടെ, അവിടുത്തെ പുനരുദ്ധാന ശക്തിയാൽ നിറച്ചാട്ടെ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ കർത്താവെ അങ്ങ് കഴുകിയാട്ടെ. അങ്ങേ വേദനിപ്പിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ കഴുകി അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറച്ച് അവിടുത്തെ മുഖപ്രകാശം ഞങ്ങൾക്ക് അരുളുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആ തിരുശബ്ദം ഞങ്ങൾക്ക് കേൾക്കണം. അവിടുന്ന് തിരുവായ് മൊഴിഞ്ഞ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അത് ജീവനും സമൃദ്ധിയായ ജീവനം നൽകുന്ന ആത്മാവും ജീവനുമാകുന്ന വചനങ്ങളാകുന്നുവല്ലോ കർത്താവേ. നിത്യജീവന്റെ മൊഴികൾ അങ്ങയുടെ പക്കലാണുള്ളത്. ഞങ്ങൾ അങ്ങേ വിട്ട് എവിടെ പോകും? അങ്ങയിലേക്ക് തന്നെ ഞങ്ങൾ ചാരുന്നു, അങ്ങേ പറ്റിച്ചേരുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരോടും അവിടുന്ന് വ്യക്തിപരമായിട്ട് സംസാരിക്കുകയും കർത്താവെ ഞങ്ങളെ ഉണർത്തുകയും ഉത്സാഹിപ്പിക്കുകയും തിരുത്തുകയും വഴി നടത്തുകയും കർത്താവെ മുറുക്കുകയും മുറിവ് കിട്ടുകയൊക്കെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കർത്താവെ അവിടുത്തെ സഭയോട് ചേർത്ത് പണിത് കർത്താവെ നിത്യതയോളം അങ്ങോട്ട് ഏറ്റവും ചേർന്നിരിക്കുന്ന അവിടുത്തെ കാന്തയായിട്ട് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്ന എല്ലാം യേശുവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒത്തിരി സന്തോഷത്തോടെ വീണ്ടും ഈ പ്രിയപ്പെട്ട കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. പ്രാർത്ഥന കൂട്ടായ്മ. സോ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്യമാണ്. എന്നാൽ ഇന്ന് അത് കുറച്ചുകൂടെ ഫ്രഷായിട്ട് യേശു കർത്താവിൽ നിന്ന് തന്നെ കേൾപ്പാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ ഇംഗ്ലീഷിൽ അത് 27-ാമത്തെ വാക്യമായിട്ട് തുടങ്ങും. മലയാളത്തിൽ 26-ന്റെ അവസാന പകുതി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ 26 മുതൽ അങ്ങ് വായിക്കാം. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലാങ്കിൽ വിശ്വസിക്കുന്നില്ല എന്ന് കർത്താവ് ഒരു കൂട്ടരോട് പറഞ്ഞിട്ട് കർത്താവ് പറയുക 26-ന്റെ പകുതി 27-ാമത്തെ വാക്യത്തോട് ചേർന്ന് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു തുടങ്ങുന്ന ഒരു വാക്യം നമ്മളവിടെ കാണുന്നുണ്ട്. എൻ്റെ ആടുകൾ കർത്താവിൻ്റെ ആടുകളാണെങ്കിൽ നാം കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നു. പിന്നെ കർത്താവ് പറയും, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അനുഗമിക്കുന്നവർക്ക് എന്താ കർത്താവ് നൽകുന്നത്? ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. 28-ാമത്തെ വാക്യം. അവ ഒരു നാളും നശിച്ചു പോവുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവ് ഒന്നാകുന്നു. ഇന്നങ്ങനെ കർത്താവ് അങ്ങ് പറഞ്ഞു പോകുന്ന ഒരു രംഗമാണ് നമ്മളവിടെ ഞാൻ 30-ാമത്തെ വാക്യം വരെ വായിച്ചു. അപ്പം അത് പറയുമ്പോഴത്തേക്കും പിതാവിനെയും യേശു പിതാവിനോട് തന്നെ ഇക്വേറ്റ് ചെയ്ത് സമപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കല്ലെടുത്ത് എറിയാനൊക്കെ ആയിട്ട് ഈ യഹൂദന്മാരൊക്കെ ഇങ്ങനെ കല്ലുമായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. എപ്പോഴാണ് കർത്താവിനെ എറിയണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാർ അവനെ എറിയുക, പിന്നെയും കല്ലെടുത്തു. അവിടെയൊക്കെ കല്ലുകളൊക്കെ കാണും. അപ്പം പെട്ടെന്ന് അങ്ങനെ കല്ലെടുത്തെറിയാൻ എന്നാ കർത്താവ് പറയുന്ന ആ ഒരു ജീവന്റെ മൊഴികൾ, ഈ വാക്കുകൾ കേട്ടപ്പോൾ അന്ന് ഹൃദയം കഠിനപ്പെടുത്തിയവരൊക്കെ കല്ലെടുത്തെറിയാൻ നോക്കി. ഇന്ന് നമ്മൾ ഈ വാക്യം യേശു കർത്താവിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ കല്ലുപോലുള്ള ഹൃദയങ്ങളൊക്കെ ഉരുകി അത് ഒരു മാംസമയമായ ഹൃദയമായിട്ട്, മാംസമായുള്ള ഹൃദയത്തെ, കല്ലുപോലുള്ള ഹൃദയത്തെ മാറ്റി മാംസമായുള്ള ഹൃദയത്തെ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് ഇവിടെ യെഹെസ്കേൽ 36-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എൻ്റെ സാക്ഷ്യം കേട്ടിട്ടുള്ളവർക്കറിയാം, എന്നെ
വീണ്ടും ജനിക്കുമാറാക്കിയ വാക്യമാണത്. ഞാൻ മാഡം ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ വെല്ലൂർ പഠിക്കുന്ന സമയത്ത് കത്താലേക്ക് വന്നതെന്ന് പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ പ്രീ ഡിഗ്രിക്ക് അവിടെ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത്, തിരുവനന്തപുരത്ത് മാർവിനസ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് വിശ്വാസത്തിലേക്ക് വരുന്നത്. അതിന് ശേഷമാണ് പിന്നെ പരിയാരത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS ഒക്കെ പഠിച്ച് പിന്നെ ആയിരുന്നു വെല്ലൂരേക്ക് MD സൈക്യാട്രി ഒക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയൊക്കെ പോയത്. അപ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് പ്രീ ഡിഗ്രി അവസാനിക്കുന്ന സമയത്ത് വലിയ വലിയ ഒത്തിരി ആധ്യാത്മികമായിട്ടുള്ള വലിയ ചിന്തകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ പോയി. എന്ന വലിയ വിവേകാനന്ദ ചിന്ത, അതിൻ്റെ പുസ്തകങ്ങള്, ഭഗവത്ഗീതയുടെ വിവർത്തനങ്ങള്, പിന്നെന്താ പോസിറ്റീവ് തിങ്കിങ്, ട്രാൻസ്cendental മെഡിറ്റേഷൻ, അമൃതാനന്ദമയുടെ ഒരു ഭക്തി, അങ്ങനെയൊക്കെയുള്ള ലളിത സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ആധ്യാത്മികമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്ത് എല്ലാം വലിയ സമാധാനത്തെക്കുറിച്ചും ആധ്യാത്മികമായിട്ടുള്ള വലിയ തത്വചിന്തകളെക്കുറിച്ചൊക്കെ വലിയ ഘോരഘോരം ഒക്കെ എഴുതുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലുണ്ടായിരുന്നു ഞാൻ. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു സമാധാനം എന്നുള്ള നഗ്ന സത്യം തിരിച്ചറിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളിൽ ഒരു ശൂന്യത, നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു യുനോ ഒരു ശൂന്യത. ഇത്രയൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ യഥാർത്ഥത്തിൽ ഇത് അങ്ങ് റെസണേറ്റ് ചെയ്യുന്നില്ല. ഇത് കാര്യങ്ങൾ അങ്ങ് അത്ര ഒരു നിറവൊന്നുമില്ല. എന്തോ ഒരു എന്തെങ്കിലുമൊക്കെ വലിയ ധ്യാനാത്മകമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ കുറച്ചൊരു സമാധാനം പോലെ നമുക്കൊരു സ്വസ്ഥത മാതിരിയൊക്കെ തോന്നും. കുറച്ച് കഴിയുമ്പം ആ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ദൈവത്തിങ്കിലേക്കുള്ള ഒരു വലിയൊരു നിർവൃതിയും കാര്യങ്ങളും ഒക്കെ എനിക്ക് അന്യമായി പോകുന്നത് പോലെ, അങ്ങനെയുള്ള ആ ഒരു ദൈവാന്വേഷണത്തിന്റെ ഒരു ഹൃദയം ദൈവം 3ാം ക്ലാസ് മുതലേ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ അതിനു മുമ്പ് ഫസ്റ്റ് ഡിഗ്രി ആകുന്ന സമയത്ത് തന്നെ എനിക്കൊരു ഗിഡിയൻസിന്റെ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. അതൊക്കെ വല്ലപ്പോഴും ഒക്കെ എടുത്ത് തുറന്ന് നോക്കുമായിരുന്നു. പിന്നീട് എനിക്ക് ഇതിലില്ലാത്ത ഈ ന്യൂ ടെസ്റ്റ്മെന്റ് ഇല്ലാത്ത പല വാക്യങ്ങളും ബൈബിളിലുണ്ടെന്ന് അറിഞ്ഞ് ഓൾഡ് ടെസ്റ്റ്മെന്റും കൂടെ ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും കൂടെ ബുക്ക് സംഘടിപ്പിച്ച് ഞാൻ അതും വല്ലപ്പോഴൊക്കെ മറിച്ച് നോക്കുമായിരുന്നു. പിന്നെ എന്നെ വീണ്ടും ജനിക്കുമാറാക്കിയെന്ന് പറയുമ്പോൾ ഞാൻ 119 സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്. 119 സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സങ്കീർത്തനം. 119 സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ലോങ്സ്റ്റ് സാം. ഷോർട്ടസ്റ്റ് സാം ഏതാന്ന് ചോദിച്ചാൽ 117 സങ്കീർത്തനം. ലോങ്സ്റ്റ് സാം 119 സങ്കീർത്തനം. അപ്പൊ അതിനിടയിൽ ഒരു സങ്കീർത്തനമുണ്ട് 118 സങ്കീർത്തനം. അതാണ് സെൻട്രൽ വേഴ്സ് ഇൻ ദ ബൈബിൾ ഉള്ളത്. 118 സങ്കീർത്തനത്തിന്റെ 7 and 8 വേഴ്സസ് ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പലപ്പോഴും 8 and 9 വേഴ്സസ് ആണ് സെൻട്രൽ വേഴ്സസ് ഇൻ ദ ബൈബിൾ. 118 സങ്കീർത്തനം 119 ആ വാക്യത്തിലേക്ക് ഞാൻ വരിക. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഈ ചില വഴിയിലൂടെ പോകുമ്പോൾ ചില വഴിയോര കാഴ്ചകളും കൂടെ ഒന്ന് രസകരമായിട്ട് പറഞ്ഞുകൊണ്ട് വഴിയിലോട്ട് പോവുകയാണ്. അപ്പം ബൈബിളിലുള്ള ആ ഒരു ചില രസകരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് സാം 117, ലോങ്സ്റ്റ് സാം 119. അതിനിടയിലുള്ള 118ന്റെ 8, 9 വാക്യങ്ങളാണ് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനാൽ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്നുള്ളതാണ് വചനത്തിന്റെ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള തീം. അത് സെൻട്രൽ വേഴ്സസ് ഇൻ ദ ബൈബിളാണ്. അതൊരു യാദൃശ്ചികമായിട്ട് സെൻട്രൽ വേഴ്സസ് ആയെന്ന് വെച്ചാൽ അതിലൊരു സന്ദേശമുണ്ട്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ബാക്കി വേറെ മനുഷ്യനും മനുഷ്യബലവും അങ്ങനെയൊക്കെ അതിലേക്കൊക്കെ ആശ്രയം പോവുകയെന്ന് കർത്താവിൽ നമ്മളൊരു നിസ്സഹായതയോടെ കർത്താവിലെ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കണം. അത് ദൈവവചനത്തിന്റെ ഒരു സെൻട്രൽ മെസ്സേജ് ആണല്ലോ. ഞാൻ 119 സങ്കീർത്തനത്തിലെ ഞാൻ പറയാൻ വന്ന വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ 49 വാക്യം. അതെ, 119 സങ്കീർത്തനത്തിന്റെ 49 വാക്യം എന്താ നമ്മളവിടെ വായിക്കുന്നേ? നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ. റിമെമ്പർ ദ വേർഡ് യുവർ സെർവന്റ് ഇൻ വിച്ച് യു ഹാവ് മെയ്ഡ് മീ ഹോപ്പ്. ഏത് വചനത്തിലാണോ എന്നെ പ്രത്യാശ വെക്കുമാറാക്കിയേ ആ വചനം ഓർക്കണമേ എന്നുള്ള രീതിയിലാണ് ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ. റിമെമ്പർ ദ വേർഡ് ടു യുവർ സെർവന്റ് ഇൻ വിച്ച് യു ഹാവ് മെയ്ഡ് മീ ഹോപ്പ്. മലയാളത്തിൽ കുറച്ചൊരു വ്യത്യാസമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, എങ്കിലും ഏകദേശം അർത്ഥം ഒരുപോലെ വരുന്നു. കർത്താവ് നമ്മളെ വീണ്ടും ജനിക്കുമ്പോൾ നമ്മളെ പ്രത്യാശ വെക്കുമാറാക്കിയ ഒരു വാക്യം. ഞാൻ എഹെസ്കേൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ എസെക്കിയേൽ എന്ന് പറയൂലേ, എഹെസ്കേൽ 36 അധ്യായത്തിലെ വാക്യം. കർത്താവ് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ കർത്താവ് പറയുമ്പോൾ
അത് കേട്ടവര് ആ, അന്ന് കേട്ടു നിന്നവര് പലരും കേട്ടു നിന്നവര് ശിഷ്യന്മാരുണ്ടായിരുന്നു. എന്നാൽ അവിടെ പരീശന്മാരും ഉണ്ടായിരുന്നു. പരീശന്മാര് കല്ലെടുത്തു. എന്നാൽ ആ, ഇന്ന് ആ വാക്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെ കല്ലായുള്ള ഹൃദയം മാംസമായുള്ള ഹൃദയമായിട്ട് മാറും. നമ്മൾ ആ എഹെസ്കേൽ 36-ന്റെ 25, 26, 27 വാക്യങ്ങളായിരുന്നു അന്ന് ഞാൻ ആ സെക്കൻഡറി ഡിഗ്രി അവസാനിക്കുന്ന സമയത്ത് 1999 ഡിസംബർ മാസം 19-ാം തീയതി ഒരു ഞായറാഴ്ച ദിവസം രാവിലെ. അന്ന് ഒരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒളിമ്പ്യാഡ് പരീക്ഷ രാവിലെ അവിടെ കോളേജിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഞാനിതൊക്കെ ആ പോർഷൻസ് ഒക്കെ എടുത്തൊന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഒന്ന് ശ്രമിക്കുന്നു, പക്ഷേ ചിന്തിക്കുന്നു. പക്ഷേ എൻ്റെ ഹൃദയത്തിലൊരു വല്ലാത്തൊരു ഭാരവും ശൂന്യതയും മാതിരി ഉള്ള ഒരു അനുഭവം. അപ്പം എനിക്ക് പെട്ടെന്ന് എനിക്ക് ബൈബിൾ എടുത്ത് തുറന്ന് നോക്കാൻ തോന്നി. ഞാൻ അവിടെ അപ്പോഴത്തേക്ക് ഞങ്ങളൊരു സിംഗിൾ റൂം അവിടെ മാർവിൻസ് കോളേജിൻ്റെ സെൻറ് തോമസ് ഹോസ്റ്റലിൽ അവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 214-ാമത്തെ റൂം നമ്പർ. രാവിലെ ഒരു 6:15 കാണും. സിംഗിൾ റൂം, മേശക്കരികിൽ ഇതുപോലെ കസേരയിട്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ ഈ പഠിക്കുന്ന ബുക്സ് എടുത്ത് നോക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ബൈബിൾ എടുത്ത് തുറന്ന് നോക്കണം എന്നൊരു തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ, എന്നെ സൃഷ്ടിച്ച ഈ ഹൃദയശൂന്യതയിരിക്കുന്ന ആ ഒരു സമയത്ത് എന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ അതീവമായിട്ടുള്ള ആ ഒരു പരിശുദ്ധിയെക്കുറിച്ച് ഉള്ളാലൊരു ബോധ്യവും, ആ ദൈവത്തിന് മുമ്പാകെ ഞാൻ ഒന്നുമല്ലെന്നുള്ളൊരു ഒരു കൺവിക്ഷൻ ആദ്യമായിട്ട്. അതുവരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ ഞാനെന്തോ വലിയ ആധ്യാത്മികമായിട്ടുള്ള വലിയ ആത്മീയനായുള്ള വലിയ ആളാണ്, ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നതാണ് എന്നുള്ളൊരു മിഥ്യാധാരണയായിരുന്നു. ഈ പലപ്പോഴും മനുഷ്യർക്ക് ദൈവത്തിലേക്ക് അടുക്കാൻ പറ്റാത്തതിന്റെ കാരണം അവർ പാപിയാണെന്നുള്ള കാര്യം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും ഇപ്പം തന്നെ ഞാൻ എൻ്റെ പേരൻസിനോടും ബാക്കി എൻ്റെ മദറൊക്കെ ഇപ്പം അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫാദറും കൂടെ ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. അപ്പം അവരോടൊക്കെ കർത്താവിനെ കുറിച്ച് പറയുമ്പോഴും ബാക്കി പലരോടും ഒക്കെ പറയുമ്പോൾ, ഞങ്ങൾ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങളങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ അത്ര വലിയ പാപികളൊന്നും അല്ലല്ലോ. ഇന്ന് ദൈവത്തിന്റെ ആ ഒരു പരിശുദ്ധി, ദൈവത്തിന്റെ അതീവമായിട്ടുള്ള ആ പരിശുദ്ധിയെ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നും അല്ല എന്നുള്ളൊരു കാര്യം. അതുവരെ നമ്മൾ എന്തോ ആണെന്നുള്ളൊരു തോന്നലാണ്. അങ്ങനെ നമ്മൾ എന്തോ ആണെന്നുള്ളൊരു തോന്നലായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് കർത്താവിലേക്ക് യഥാർത്ഥത്തിൽ കടന്നു വരാൻ സാധിക്കത്തില്ല. ഇതുകൊണ്ട് കർത്താവ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയും മുസ്ലിങ്ങൾക്ക് വേണ്ടിയും ഹിന്ദുക്കൾക്ക് വേണ്ടിയും അല്ല മരിച്ച് കർത്താവ് പാപികൾക്ക് വേണ്ടിയാണ് മരിച്ചത്. നമ്മൾ ഏത് മതവിഭാഗത്തിലോ എവിടെ ജനിച്ചു വളർന്നവരാണെങ്കിലും, കർത്താവെ ഞാനൊരു പാപിയാണ്, ഞാൻ അങ്ങയുടെ ഹൃദയത്തെ വേദനിപ്പിച്ചവനാണ്, എന്നെ സൃഷ്ടിച്ചവന്റെ ആ കൽപ്പനകളെ ലംഘിച്ചവനാണ് എന്നുള്ള ഒരു കാര്യം നമ്മളുടെ ഉള്ളത്തിൽ ദൈവം തന്നിട്ടുള്ള ഒരു മനസ്സാക്ഷി, ആത്മാവിന്റെ കണ്ണായിട്ടുള്ള ഒരു മനസ്സാക്ഷിയുണ്ട്. ആ മനസ്സാക്ഷിയോട് നമ്മൾ സത്യസന്ധരായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ വീണു പോയിട്ടുള്ളവരാണെന്നുള്ള കാര്യം. അതിപ്പം ഒരുപക്ഷെ ഈ വീണ്ടും ജനനത്തിന്റെ ഒരു അനുഭവം, വിശ്വാസത്തിന്റെയും വീണ്ടും ജനത്തിന്റെ ഒരു അനുഭവം വന്നതിന് ശേഷം തന്നെ പലരും അങ്ങ് പിന്മാറി കഠിനപ്പെട്ട് പിന്നെ അങ്ങ് അവര് ഒരുപക്ഷെ യുനോ കർത്താവിലേക്കൊക്കെ വന്നു, കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ കുറെ കഴിയുമ്പോൾ അങ്ങ് വല്ലാത്തൊരു ഡ്രൈനസിലോട്ട് പോകുന്ന, വല്ലാത്തൊരു വരൾച്ചയിലേക്ക് പോകുന്ന അനുഭവങ്ങൾ പലർക്കും ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല സഹോദര, ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല. അത് ശരിയാണ്, ഞാൻ കർത്താവിനെയൊക്കെ അറിയുന്നു, മീറ്റിംഗ് ഒക്കെ പങ്കെടുക്കുന്നു, വചനമൊക്കെ വായിക്കാൻ നോക്കുന്നു, പക്ഷെ ഒന്നിനൊരു താല്പര്യമില്ല. ഒരു ഊഷരഭൂമി മാതിരി, ഒരു ഡ്രൈ ലാൻഡ് മാതിരി, ഒരു ഡെസേർട്ട്, ഒരു മരുഭൂമിയുടെ അനുഭവം. ഒന്നിലും ഒരു ചുറുചുറുക്കില്ലാതെ ഞാൻ വല്ലാതെ അങ്ങ് മന്ദിച്ചു പോയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന സഹോദരങ്ങളുണ്ട്. എന്നാൽ അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മളെന്തോ എനിക്ക് കുറെ അറിയാം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പാരമ്പര്യം ഉണ്ട്, ഇത്ര വർഷങ്ങളായിട്ട് എനിക്ക് വചനങ്ങൾ അറിയാം, അല്ലെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു. അപ്പൊ നമ്മളുടെ അനുഭവങ്ങളെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ പ്രശംസാ വാക്കുകളെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങളിലേക്ക് നമ്മളെ ശ്രദ്ധ അങ്ങ് തിരിഞ്ഞു പോയി കാണും. ശ്രദ്ധ അങ്ങ് തിരിഞ്ഞു പോകുമ്പോൾ ഈ കാറ്റും കുളമൊക്കെ അടിച്ചപ്പോഴത്തേക്ക് എന്താ പറ്റിയ പത്രോസ് അതുവരെ കർത്താവ് പറഞ്ഞു, നീ ഇങ്ങ് നടന്നു വാ, ഞാനാ വിളിക്കുന്നതെന്ന് പറഞ്ഞു. മത്തായി 14-ാം അധ്യായത്തിലേക്ക് ഞാനിപ്പം പോകുന്നില്ല, ഇപ്പോൾ ഇവിടെ നമ്മൾ എഹെസ്കേൽ 36-ലുണ്ട്. അപ്പോ യേശു ആണോ കർത്താവ് എന്നുണ്ടെങ്കിൽ എന്നോട് വരാൻ പറ, കം. കർത്താവ് പറഞ്ഞു വാ എന്ന് പറയുമ്പോഴത്തേക്കും കർത്താവിനെ നോക്കി പത്രോസ് അങ്ങ് കാലെടുത്ത് വെച്ച്, എങ്ങോട്ടാ കാലെടുത്ത് വെക്കുന്നതെന്ന് പോലും അറിയത്തില്ല. എൻ്റെ കർത്താവല്ലേ വിളിക്കുന്നത്, അതുകൊണ്ട് എനിക്കങ്ങ് പോകാം. അവൻ വളരെ ഉറപ്പോടെ തിരകളുടെ മേലെ വെള്ളത്തിന് മീതെ അവനൊന്നും ആലോചിക്കാതെ എൻ്റെ അരുമനാഥന്റെ ശബ്ദം കേട്ട് അവനങ്ങ് കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ പിൻവിളി കേട്ട് ഇറങ്ങിച്ചെന്നു.
കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ പടകിരുന്ന ആൾക്കാരെല്ലാം കൂടെ ഓ പത്രോസേ, നമ്മുടെ പത്രോസ് വെള്ളത്തിൽ മീതെ നടക്കുന്നു, എത്ര വലിയ പത്രോസ്, എത്ര ഗംഭീരനായ പത്രോസ്, കർത്താവും പത്രോസും മാത്രമേ ലോക ചരിത്രത്തിൽ വെള്ളത്തിൽ മീതെ നടന്നിട്ടുള്ളൂ. അവരെല്ലാം കൂടെ വളരെ ചിയറപ്പ് ചെയ്ത് അപ്പ് എന്ന് പറഞ്ഞ് ചിയറപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പത്രോസിനെ ആഹാ ഞാൻ ആള് മോശക്കാരനല്ലല്ലോ. ഞാൻ പത്രോസ് കോളറൊക്കെ ഒന്ന് വെച്ചാ അത്രയ്ക്ക് കൊള്ളാമല്ലോ. ഞാൻ വലിയ നിങ്ങളെ ഇന്നത്തെ ഭാഷ പറയുകയാണെങ്കിൽ നിങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചോണോ, പിന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യണം, റീലൊക്കെ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ വെള്ളത്തിന് മീതെ ലോക ചരിത്രത്തിൽ യേശു അല്ലാതെ ഞാനും കൂടെ മാത്രമേ ഈ വെള്ളത്തിന് മീതെ നടന്നിട്ടുള്ളൂ. അത് എന്നൊക്കെ വിചാരിച്ച് അവനൊന്ന് പെട്ടെന്നൊരു നിഗളം വന്നു. നമ്മളെല്ലാവരും അത്ര ഒരു നാശം പിടിച്ച ജഡത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളതെന്ന് അറിയാം. പൗലോസ് ഏറ്റവും വിശുദ്ധനായി ജീവിച്ച പൗലോസിനെ പറയുന്നത് എൻ്റെ ജഡത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ലെന്നാണ് ഇവിടെ റോമർ 7:18 പറയുന്നത്. അപ്പം പത്രോസും നമ്മളെ പോലുള്ള ജഡമുള്ളവന് അവനങ്ങ് നിഗളിച്ചു പോയി. അവൻ്റെ അപ്പോഴത്തേക്കും നിഗളിച്ചു പോകുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതുവരെ നമ്മളെ നിസ്സഹായതയിൽ നമ്മളെ കണ്ണുകൾ എങ്ങോട്ടായിരിക്കും? കർത്താവിലേക്കായിരിക്കും. നിഗളിച്ചു പോകുമ്പോഴത്തേക്ക് എങ്ങോട്ട് പോകും? കണ്ണുകൾ പെട്ടെന്ന് നമ്മളിലേക്ക് തന്നെയോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കും, പിന്നെ ഈ സാഹചര്യങ്ങളിൽ അപ്പോഴത്തേക്ക് അവൻ കാറ്റും കോളും ഒക്കെ കാണാൻ തുടങ്ങി. ആ പടങ്ങ് പേടിച്ചു, അയ്യോ ഞാനിപ്പോൾ ഇത് മുങ്ങിപ്പോന്ന് പറയാൻ അവന് കർത്താവിങ്കിൽ നിന്ന് കണ്ണെടുത്തപ്പോഴത്തേക്ക് എന്ത് പറ്റി? അവനങ്ങ് മുങ്ങാൻ തുടങ്ങി. മുങ്ങി അപ്പോഴത്തേക്ക് അയ്യോ എൻ്റെ പത്രോസ് എന്ന് പറഞ്ഞ് കർത്താവ് പിടിച്ച് എഴുന്നേൽപ്പിച്ച് കർത്താവ് പത്രോസിനെ കൊണ്ട് പടകിലേക്ക് എങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടല്ല, പിന്നെയും കർത്താവിനോട് ചേർന്ന് അവൻ വീണ്ടും നടന്നു തന്നെ പടകിലേക്ക് കയറി ചെന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. മത്തായി 14 ഒരു കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വെച്ചാൽ പലപ്പോഴും ആ ഒരു ഡ്രൈനെസ്സിലോട്ടൊക്കെ പോകുന്നവരുണ്ട്. ഈ പിന്മാറ്റത്തിലേക്കൊക്കെ പോയി അങ്ങ് കർത്താവിനുള്ള സ്നേഹമൊക്കെ അങ്ങ് തണുത്തു പോകുന്നു. ചിലപ്പോൾ നമ്മളുടെ തോന്നലുകൾ, നമ്മളുടെ ഫീലിങ്സ്, നമ്മളുടെ വികാരങ്ങൾ, എനിക്ക് മുമ്പത്തെ അത്രയും ഒരു സ്നേഹം ഇപ്പോൾ ഉള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ, നമ്മുടെ ഫീലിങ്സിലേക്ക് നമ്മളങ്ങ് നോക്കാം. ഫീലിങ്സിലേക്ക് നോക്കിയാലും വേറെ എങ്ങോട്ട് നോക്കിയാലും, അതായത് നമ്മളിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫീലിങ്സിലേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള വ്യക്തികളിലേക്കോ ബാക്കി സാഹചര്യങ്ങളിലേക്കോ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതായത് സാധാരണ മനുഷ്യരുടെ ഫോക്കസ് തെറ്റിച്ച് കളയുന്ന 3 കാര്യങ്ങൾ. ഒന്ന് നമ്മൾ തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫീലിങ്സിലേക്ക് നമ്മൾ നോക്കുന്നതായിരിക്കും. പിന്നെ ബാക്കി വ്യക്തികളിലേക്ക്, എല്ലാവരും കൂടെ എന്നെ പ്രശംസിക്കുന്നു, അല്ലെങ്കിൽ ചിലർ നമ്മളെ പ്രശംസിക്കുന്നുണ്ടാവും, ചിലർ നമ്മളെ കളിയാക്കുന്നവരുണ്ടാവും. പിന്നെ ചില സാഹചര്യങ്ങൾ, അത് പോസിറ്റീവായിട്ടുള്ള അനുകൂലമായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. അപ്പം അതിലേക്കൊക്കെ നമ്മളുടെ അങ്ങ് ഫോക്കസ് അങ്ങ് പോകുമ്പോൾ നമ്മുടെ ഫോക്കസ് എങ്ങോട്ടാണ് ശരിക്കും വേണ്ടത്? വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിലേക്ക് നോക്കുമെന്നാണ് എബ്രായർ 12 2 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം ആ ശ്രദ്ധ അങ്ങ് മാറിപ്പോകുമ്പോൾ നമ്മളങ്ങ് വല്ലാതെ പിന്നെയും അങ്ങ് നമ്മളുടെ ഹൃദയം അങ്ങ് കല്ലിച്ചു പോകുന്നൊരവസ്ഥയിലേക്കൊക്കെ വരാം. അപ്പം അങ്ങനെ വരുമ്പോൾ അതാ ഞാൻ ഇവിടെ 36 എഹെസ്കേൽ 36 കർത്താവിൻ്റെ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നുള്ള വചനത്തിൽ നമ്മൾ തുടങ്ങിയത്. ഈ എൻ്റെ ആടുകൾ അവിടെ കർത്താവിൻ്റെ ആടുകളായിട്ടുള്ള ശിഷ്യന്മാർ കർത്താവിൻ്റെ വചനം കേട്ട് അവരുടെ കല്ലുപോലുള്ള ഹൃദയം ഉരുകിപ്പോയി. അത് ആ കല്ലുപോലെ ഹൃദയം ഉരുകിപ്പോയ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഇവിടെ എഹെസ്കേൽ 36 25 ഈ 3 വാക്യങ്ങൾ, 25, 26, 27 വാക്യങ്ങളായിരുന്നു അന്ന് 1999 ഡിസംബർ മാസം 19 6:15 മണിക്ക് കർത്താവ് എനിക്ക് പ്രത്യാശ വെക്കുമാറാക്കിയ വചനം. നമ്മൾ 119 സങ്കീർത്തനം 49 വാക്യത്തിൽ എന്താ വായിച്ചേ? ഞാൻ ഏത് വചനത്തിലാണോ പ്രത്യാശ വെക്കുമാറാക്കിയ ആ വചനം ഓർക്കണമേ, ആ വാഗ്ദത്തം ഓർക്കണമേ. റിമെമ്പർ ദ വേർഡ് ഇൻ വിച്ച് യു ഹാവ് മെയ്ഡ് ദൈ സെർവൻറ്റ് ടു സെറ്റ് ഹോപ്പ് ഓൺ എന്നുള്ള കാര്യം നമ്മളവിടെ 119 സങ്കീർത്തനത്തിന് 49 വാക്യം. 119 സങ്കീർത്തനം പറഞ്ഞപ്പോഴാണ് നമ്മൾ 117 അപ്പുറവും 117 ഏറ്റവും ഷോർട്ടസ്റ്റ് സാം, 119 ലോങ്സ്റ്റ്, 118 8, 9 അത് സെൻട്രൽ വേഴ്സസ് ഓഫ് ദ ബൈബിൾ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയത്. അപ്പം ഞാനിവിടെ തിരിച്ച് ഇവിടെ എഹെസ്കേൽ 36:25 എന്താ നമ്മൾ വായിക്കുന്നത്? ആ 3 വാക്യങ്ങളാണ് കർത്താവ് എൻ്റെ കണ്ണുകൾ ആ വാക്യങ്ങളിലുടക്കി എന്നെ വീണ്ടും ജനിക്കുമാറാക്കിയ വാക്യങ്ങൾ. വചനം എന്ന കെടാത്ത ബീജത്തിൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നാണ് എവിടെ വായിക്കുന്നത്? 1 പത്രോസ് 1:23 വായിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും ജീവൻ തന്ന ഏതെങ്കിലും ഒരു വാക്യം, ഒരുപക്ഷെ ക്രിസ്ത്യ കുടുംബത്തിലൊക്കെ ജനിച്ചു വളർന്നവരാണെങ്കിൽ ഒരുപാട് വാക്യങ്ങൾ കേട്ടങ്ങ് അവർ വളർന്നുകൊണ്ട് ചിലപ്പോൾ ഏത് വാക്യം, ഒരു പർട്ടിക്കുലർ വേഴ്സ് ഒന്നും ചിലപ്പോൾ അവർക്ക് കാണത്തില്ലായിരിക്കും. അത് സാരമില്ല, എന്തായാലും നമുക്ക് ജീവൻ തന്നു പല വചനങ്ങളിലൂടെ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം എന്നെ പോലെ ക്രൈസ്തവമായിട്ടുള്ള മാർഗത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു പെട്ടെന്നൊരു
ഒരു ദിവസമായിരിക്കും ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ബോധോദയമായിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ആ വാക്യങ്ങൾ നമുക്ക് ഓർമ്മ കാണുമ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ ഏതോ പെർട്ടിക്കുലർ വാക്യം ഒന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഇല്ലേലും അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ഓർമ്മയുണ്ടെങ്കിൽ ഇല്ലേലും ജീവനുണ്ടെന്ന് നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ ചിലരുടെ ഇപ്പോൾ പണ്ട് കാലത്ത് ജീവിച്ചിരിക്കുന്ന ചിലരോട് ചോദിച്ചാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ജനുവരി 1 പറയും. വെച്ചാൽ അവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഓർമ്മയില്ല. അപ്പം അതുകൊണ്ട് അവിടെ വില്ലേജിലും പഞ്ചായത്തിലുള്ളവർ പറഞ്ഞാൽ ഇനി മുതൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജനുവരി 1 ഓർത്താൽ മതി എന്ന് പറഞ്ഞാൽ അവർക്ക് ബർത്ത്ഡേ പറയാനും ഓർമ്മയില്ല. അന്നത്തെ പണ്ടത്തെ കാലത്ത്, ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാരൊന്നും അങ്ങനെയൊന്നും അല്ലെന്ന് നമുക്കറിയാം. പണ്ടത്തെ തലമുറയിലെ ആൾക്കാർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാത്തവർ, എങ്കിലും അവർക്ക് എന്താ അവർ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിപ്പില്ലെന്ന് നമ്മളാരും പറയത്തില്ല. അവർ ജീവനോട് അവിടെ ഇരിപ്പുണ്ട് എന്ന് പറയുന്നത് പോലെ ഓഫ് കോഴ്സ് ക്രിസ്ത്യമായിട്ടുള്ള കുടുംബത്തിലൊക്കെ ജനിച്ച് വളർന്നവർക്കൊക്കെ ഒരുപാട് വചനങ്ങളിലൂടെയൊക്കെ എക്സ്പോസ്ഡ് ആയവരൊക്കെ അവർ ഒരു പീരീഡ് ഓഫ് ടൈമിലായിരിക്കും ചിലപ്പോൾ അവർക്ക് ആ ഒരു ജീവജനത്തിന്റെ അനുഭവത്തിന്റെ ഒരു ബോധ്യമൊക്കെ വന്നു തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് ഇന്നൊരു വാക്യം ഇന്നൊരു ദിവസം പെട്ടെന്ന് പറയാൻ കാണത്തില്ല. പക്ഷെ പറയാനുണ്ടെങ്കിലും പറയാനില്ലെങ്കിലും നമുക്ക് ജീവനുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം എനിക്ക് അന്ന് ജീവൻ തന്ന ആ ഒരു വാക്യം ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതായത് എവിടെ യെഹെസ്കേൽ 36:25 വാക്യത്തിൽ ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. അത് കർത്താവിൻ്റെ ആ ഒരു കർത്താവിൻ്റെ നിർമ്മല രക്തത്തിന് സദൃശമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ആദ്യം വായിച്ച ആ വാക്യത്തിലേക്ക് ഞാനിപ്പം ഒന്ന് നമ്മളൊന്ന് ഓർത്താൽ എന്താ ആദ്യം നമ്മൾ വായിച്ചത് എന്താ? യോഹന്നാന്റെ സുവിശേഷം 10:26-27 എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞു. എൻ്റെ ആടുകൾ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ആടുകളായിട്ട് നമ്മൾ ആയിത്തീർന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേരുണ്ടെന്നുള്ള കാര്യമൊക്കെ ടീച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചിലർ വിശ്വാസത്തിലേക്ക് വരുന്നവരും വന്നുകൊണ്ടിരിക്കുന്നവരും പിന്നെ വന്നിട്ടുള്ളവരും അങ്ങനെ പല പല കാലഘട്ടത്തിൽ കർത്താവിനെ അറിഞ്ഞവരും അറിയുന്നവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും കർത്താവിനെ ആടായി തീർന്നിട്ടുണ്ട് എന്നുള്ളൊരു ഉറപ്പില്ലാത്തവരും ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ, ഞാൻ എൻ്റെ യേശുവിനെ ആടായി തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ജനിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മൾ എങ്ങനെയാണ് കർത്താവിൻ്റെ ആടായിട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ ആദ്യം കുഞ്ഞാടായിട്ട് ജനിക്കുന്നു, പിന്നെ വളർന്ന് ആടാകുന്നു. ലാംസ് ഷീപ്പ് എന്നുള്ള ആ ഒരു കുഞ്ഞാട് ആട് ആ ഒരു 2 പദപ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കുഞ്ഞാടായിട്ട് ജനിക്കണം, പിന്നെ ആടായിട്ട് വളരണം. അപ്പോഴാണ് കർത്താവിൻ്റെ ശബ്ദം. ചിലർ പറയും കർത്താവിൻ്റെ ആടാണല്ലോ, എന്നിട്ട് ഞാൻ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പണ്ട് ഏതോ ഒരു ദൈവമനുഷ്യനോട് ആരോ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വിശ്വാസി ചോദിച്ചു, ഈ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നൊക്കെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനൊരു ശബ്ദവും കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ കുഞ്ഞാടുകൾ ആടായിട്ടൊന്ന് വളർന്നു വരണം, അപ്പം കുറച്ചുകൂടെ വ്യക്തമായിട്ട് ശബ്ദം കേൾക്കുന്നു പറഞ്ഞാൽ നമ്മൾ ഒരു ആത്മീയമായിട്ട് ജനിച്ച ആ ഒരു ശൈശവാവസ്ഥയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. പക്ഷെ എങ്കിലും ചിലപ്പോൾ നമ്മൾ വചനമൊക്കെ ധ്യാനിച്ച് വചനത്തിലൂടെ കർത്താവിൻ്റെ ശബ്ദം നമ്മൾ പരിചയിച്ച് അങ്ങനെ പതുക്കെ നമുക്ക് കർത്താവിൻ്റെ ശബ്ദം കുറച്ചുകൂടെ ആത്മാവിലൊരു കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ കുറച്ചുകൂടി വ്യക്തതയോടെ ഇത് എൻ്റെ കർത്താവിനെ ഇതുവഴിയാണ് നയിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ കുറച്ചുകൂടി വ്യക്തതയോടെ മനസ്സിലാക്കാനും കുറച്ചുകൂടെ ആ കർത്താവിൻ്റെ ശബ്ദം ബാക്കിയുള്ള ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയൊക്കെ ശബ്ദങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ, അത് തിരിച്ചറിയാനൊക്കെ കുറച്ചുകൂടെ ആടുകളാവുമ്പോൾ കുഞ്ഞാടുകൾ കുറച്ചുകൂടെ ഒന്ന് വളർന്ന് പക്വതയാർജിച്ച ആടുകളാവും കർത്താവിൻ്റെ ശബ്ദം കുറച്ചുകൂടെ വ്യക്തമായിട്ട് കേൾപ്പാൻ അവർ പ്രാപ്തരാകും. അപ്പം നമ്മൾ കുഞ്ഞാടുകളായിട്ടുണ്ടോ, കുഞ്ഞാടുകളും ആടുകളും ഒക്കെ ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വീണ്ടും ജനനം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ക്രിസ്തീയമായിട്ടുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്നവർ കാണും, ഒരുപക്ഷെ അക്രൈസ്തവമായിട്ടുള്ള കുടുംബങ്ങളിലായിരിക്കുമെങ്കിലും ഇതുപോലുള്ള മീറ്റിങ്ങുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പം പഴയ ആ ഒരു പാരമ്പര്യവും വിഗ്രഹങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇന്ന് കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു എന്നാൽ ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു പൊസിഷനുള്ളവർ കാണും. അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, പ്രാർത്ഥനയൊക്കെ കൊള്ളാം, എന്നാൽ ബാക്കി നമ്മളുടേതായ ആ ഒരു ലോകപരമായിട്ടുള്ള കാര്യങ്ങളോ പാപകരമായിട്ടുള്ള അതിനെക്കുറിച്ചൊരു അനുതാപവും മനസാന്തരവും ഇല്ലാതെ എന്നാൽ ബൈബിൾ വായിക്കുന്നുണ്ട്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാവുന്ന വ്യക്തമായിട്ടുള്ള അതിനെക്കുറിച്ചൊരു അനുതാപവും മനസാന്തരമൊന്നും ഇല്ലാതെ അതിൽ തന്നെ അങ്ങ് ആ ഒരു പാപങ്ങളിലോ അങ്ങനെയൊക്കെയുള്ള ലോകപരമായിട്ടുള്ള ചില കാര്യങ്ങളിലോ ചില സിനിമ സീരിയൽ അതുപോലെയൊക്കെയുള്ള ലോകത്തിൻ്റെതായ അതുപോലെയൊക്കെയുള്ള ചില വർത്തമാനങ്ങൾ, ചില കൂട്ടുകെട്ടുകൾ, അത് അനാരോഗ്യകരമായിട്ടുള്ള ചില സുഹൃത്ത് ബന്ധങ്ങളോ ചില ബന്ധങ്ങളോ അങ്ങനെയൊക്കെയുള്ള ചില ശീലങ്ങളോ അഡിക്ഷൻസോ അങ്ങനെയൊക്കെയുള്ളതൊന്നും വിട്ടുകളയാതെ ഇങ്ങനെ അതിനെക്കുറിച്ചൊരു മാനസാന്തരം അനുതാപം പോലും ഇല്ലാതെ അങ്ങനെ കാര്യങ്ങളൊക്കെ ക്രിസ്തവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കെടുത്ത് അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമ്മളൊന്ന് മനസാക്ഷി തൃപ്തിപ്പെടുത്തി അങ്ങനെയൊക്കെ അങ്ങ് നമ്മളെ തന്നെ വഞ്ചിച്ചു പോകുന്ന തരത്തിലുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വീണ്ടും ജനനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ വീണ്ടും ജനനം ഉണ്ടാവണമെങ്കിൽ
എന്താ ഇവിടെ നമ്മളിപ്പം വായിച്ചു എഹെസ്കേൽ അവിടെ 36 അധ്യായത്തിന്റെ 20 എഹെസ്കേൽ 30 ആരും അൺമ്യൂട്ട് ആവാതെ നോക്കിയാൽ മതി. എഹെസ്കേൽ 36 അധ്യായത്തിന് 25, 26, 27 വാക്യങ്ങളിൽ അവിടെ പുതിയ നിയമത്തെക്കുറിച്ചുള്ള പ്രവചനം പഴയ നിയമത്തിലെ എഹെസ്കേലിലൂടെ ദൈവം പറയുക. പുതിയ നിയമത്തിലെ പുതിയ ഉടമ്പടിയിലെ ന്യൂ കവനന്റിലെ പുതിയ ഉടമ്പടി, യേശു ക്രിസ്തുവിനോടുള്ള പുതിയ ഉടമ്പടിയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി നമ്മളെ നടത്തുമാറാക്കുന്ന ഒരു പുതിയ ഉടമ്പടി ഞാൻ നിങ്ങളുമായിട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്ന ആ പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള ഒരു പ്രവചനവാക്യമാണ് ആക്ച്വലി ഇത്. അതൊന്നും അറിയാതെ ഞാൻ അന്നേരത്ത് വായിച്ച് അത് ദൈവം എന്നെ വീണ്ടും ജനിക്കുമാറാക്കി. പക്ഷെ ഇന്ന് അതിനെ കൂടുതൽ അറിയുമ്പോഴോ അയ്യോ ഇത് എന്തൊരു ക്രൂഷ്യലായിട്ടുള്ള വാക്യം തന്നെ കർത്താവ് എനിക്ക് ആദ്യം തന്നെ ഇനി തന്നെ എന്നുള്ളൊരു കാര്യം വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. അപ്പം അവിടെ നമ്മൾ കർത്താവിൻ്റെ കുഞ്ഞാടുകളായിട്ട് ജനിച്ച ആടുകളായിട്ട് വളരണമെങ്കിൽ നമ്മൾ ആദ്യം കുഞ്ഞാടുകളായിട്ട് ജനിക്കണമെങ്കിൽ എന്താ കർത്താവിൻ്റെ കുടുംബത്തിൽ നമ്മൾ ജനിക്കണമെങ്കിൽ നമുക്കൊരു വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ അവിടെ കർത്താവ് പറയുന്നത് എന്താ, കർത്താവ് അവിടെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കർത്താവ് പറയുന്ന ഒരു 2 വാക്കുണ്ട്, റിപ്പന്റ് ആൻഡ് ബിലീവ്. ഞാൻ ആ വാക്യത്തിലോട്ടൊന്ന് വരണേ. ഇവിടെ എഹെസ്കേൽ 36 നമുക്ക് ഇവിടെ ഒരു വിരലുണ്ടെന്ന് വെച്ചു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ സുവിശേഷങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ കർത്താവ് പ്രസംഗിച്ച് തുടങ്ങിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, റിപ്പന്റ് ആൻഡ് ബിലീവ്. അതിന്റെ 15-ാമത്തെ വാക്യം, 14ഉം 15ഉം വായിക്കും. മർക്കോസ് 1-ന്റെ 14-ാമത്തെ വാക്യം. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം, ഇപ്പൊ യോഹന്നാൻ അതുവരെ മാനസാന്തരപ്പെടുക, റിപ്പന്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യോഹന്നാനെ പിടിച്ച്, യോഹന്നാൻ സ്നാപകന്റെ കാര്യം യോഹന്നാനെ പിടിച്ച് എന്ത് ചെയ്തു, തടവിലാക്കി കളഞ്ഞു ഹെരോദ് രാജാവ്. അപ്പോ യേശുവിന് മനസ്സിലായി, ഇനിയിപ്പം തൻ്റെ പ്രസംഗിക്കേണ്ട ടേൺ ആയി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ റിലേ റേസിലൊക്കെ ബെയ്റ്റൺ വന്ന് കൈമാറി അടുത്ത ആളെ ബെയ്റ്റണും കൊണ്ട് ഓടും എന്ന് പറയുന്നത് പോലെ ഇതുവരെ യോഹന്നാൻ സ്നാപകൻ സ്വർഗരാജ്യത്തിന്റെ ആ ഒരു വഴിയൊക്കെ ഒരുക്കാനായിട്ട്, മെസ്സിഹായ്ക്ക് അഭിഷിക്തന് വഴി ഒരുക്കാനായിട്ട് എൻ്റെ ദൂതനെ അയക്കും എന്നുള്ള പ്രവചന പ്രകാരം അവൻ വഴിയൊക്കെ ഒരുക്കി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുന്നൊക്കെ പറഞ്ഞു. അവന്റെ ശബ്ദം അങ്ങ് നിലയ്ക്കുന്ന ഒരു സമയം വന്നപ്പോഴത്തേക്കും ഇനി അവിടെ ശബ്ദം മുഴങ്ങി കേൾക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ യേശുവിന്റെ ശുശ്രൂഷയുടെ സമയം, കർത്താവയുടെ 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷയായിട്ട് ഇറങ്ങുമ്പോൾ അതാ നമ്മളിവിടെ വായിക്കുന്നത് 14-ാമത്തെ വാക്യം. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചേ? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. റിപ്പന്റ് ആൻഡ് ബിലീവ് ഇൻ ദ ഗോസ്പൽ, ഇൻ ദ ഗുഡ് ന്യൂസ്. ഇവാഞ്ചലിയോൺ എന്നുള്ളൊരു വാക്ക കഴിഞ്ഞ ദിവസം ഇപ്പം ഞങ്ങളുടെ റോമർക്ക് എഴുതിയ ലേഖനമാണ് ഞങ്ങളുടെ ചർച്ചിലെ കോട്ടേജ് മീറ്റിങ്ങിൽ മാസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് ഞങ്ങൾ വായിക്കുന്നത്. അപ്പം റോമൻസ് എന്നുള്ള ആ ലെറ്ററിൻ്റെ ആ തീം തന്നെ ഗോസ്പലാണ്. അതിൻ്റെ ആ ഒന്നാമത്തെ മലയാളത്തിൽ 2-ാമത്തെ വാക്യത്തിലൊക്കെ ഗോസ്പൽ ഓഫ് ഗോഡ്, സുവിശേഷം എന്ന് പറയുമ്പോൾ ഇന്ന് അത് വളരെ ഒരു പുച്ഛത്തോട് പറയുന്ന ഒത്തിരി പേരോട് ഒരു സുവിശേഷമായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. എന്താ ഈ സുവിശേഷം, നല്ല വാർത്ത, സുവാർത്ത, ഗോസ്പൽ, ഗുഡ് ന്യൂസ്. അതിന്റെ ഗ്രീക്കിലാണല്ലോ ഈ സുവിശേഷം. പുതിയ നിയമം ആദ്യമായിട്ട് എഴുതപ്പെട്ട ഏത് ഭാഷയിലെ? ഗ്രീക്കിലെ. യുവാഞ്ചലിയോൺ എന്ന് പറഞ്ഞ വാക്കാം. യുവാഞ്ചലിയോൺ, യു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം യു കാരിയോട്ട്, പ്രോ കാരിയോട്ട് എന്നൊക്കെ നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ യു തൈറോയിഡ്, യു തൈമിക് എന്നൊക്കെയുള്ള യു എന്ന് പറഞ്ഞാൽ ഇവാഞ്ചലിയോൺ യൂണിയൻ എന്നുള്ള യു ഉണ്ട്. അല്ലാതെ ഇവിടെ ഗ്രീക്കില് യു എന്ന് പറഞ്ഞാൽ യു എന്നുള്ള അർത്ഥത്തില് അത് നല്ലത് എന്നുള്ള അർത്ഥമാണ്. ഗുഡ്, ദാറ്റ് വിച്ച് ഇസ് ഗുഡ്. ആംഗലാസ് എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നർത്ഥം. ആംഗലാസ് എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ എന്നുള്ള വാക്ക് അതിൽ നിന്ന് പറഞ്ഞത്. ഏഞ്ചലിന് ദൂതൻ നമ്മൾ പറയത്തില്ല, ദൂത് വഹിക്കുന്നവൻ, ഏഞ്ചൽ, ആംഗലാസ്. അപ്പൊ യു ആംഗലാസ്, അപ്പൊ അതിൽ നിന്നാണ് യുവാഞ്ചലിയോൺ എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത, നല്ല ദൂത്. അപ്പൊ ആ നല്ല ദൂതിൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് വന്ന് പറയുവാണ്. അവിടെ റിപ്പന്റ് എന്ന് പറഞ്ഞാൽ മെറ്റനയോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. മെറ്റനയോ എന്ന് പറഞ്ഞാൽ, നയോ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നാ, മെറ്റ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ, ബിഹൈൻഡ് എന്നൊക്കെയുള്ള ഒരു പ്രൊപ്പസിഷനാണ്. മെറ്റനയോ എന്ന് പറഞ്ഞാൽ ടു തിങ്ക് ഡിഫറെന്റ്ലി. അതുവരെ നിങ്ങൾ ചിന്തിച്ചത് എങ്ങനെയാ? ഇതുവരെ നമ്മൾ ചിന്തിച്ചത് ഇപ്പൊ ഒരുപക്ഷെ നിങ്ങളിൽ വീണ്ടും ജനിച്ചവർ കാണും, ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവത്തെക്കുറിച്ച് അത്ര ഒരു വ്യക്തത ഇല്ലാത്തവർ കാണും. പക്ഷെ ഈ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് അത്
എന്താ അത് വീണ്ടും ജനിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ക്രിസ്തുവിൽ വളരുവാനും എന്ത് വേണം, ഈ റിപ്പൻറ്റൻസ് എല്ലാ ദിവസവും നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. അപ്പം ഒരു ദിവസം പണ്ട് ഒരിക്കലും എന്നോട് ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ, ഓ നിങ്ങളൊക്കെ ഈ വിശ്വാസികളോട് റിപ്പൻ്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ എന്ന് ചോദിച്ചപ്പോൾ, വചനത്തിൽ എവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അത് വെളിപാട് 2-3 അധ്യായത്തിൽ അവിടെ സഭയിലെ മൂപ്പന്മാരോടാ പറയുന്നത്, റിപ്പൻറ്റ് റിപ്പൻറ്റ് റിപ്പൻറ്റ്, മാനസാന്തരപ്പെടുക മാനസാന്തരപ്പെടുക മാനസാന്തരപ്പെടുക. സഭയിലെ മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ എന്താ, അവർ ദൈവജനത്തെ നയിക്കുന്നവരാ. അവിടെ 7 സഭകൾ, അവിടെ എഫേസസ് സഭ മുതൽ ലവോദിക്ക സഭ വരെ, വെളിപാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ 7 സഭകളോട്, അതിൽ 5 സഭകളും പിന്മാറ്റ അവസ്ഥയിലായിരുന്നു. 5 സഭകളോട് തന്നെ 7 തവണ റിപ്പൻറ്റ് എന്നുള്ള വാക്ക്, അവിടെ മെറ്റനയോ എന്നുള്ള ഒരു വാക്ക് നമ്മളവിടെ ബൈബിളിൽ, അവിടെ വെളിപാട് പുസ്തകം 2-3 അധ്യായങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ ആ റിപ്പൻറ്റൻസ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ജനിക്കാനായിട്ടൊരു റിപ്പൻറ്റൻസ് വേണം. പിന്നെ കർത്താവിൽ വളരാനും കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും. നമ്മളിപ്പോൾ എന്താ കേട്ടെ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുക, കർത്താവിൻ്റെ ആടുകളായി തീരണമെങ്കിൽ ഒരു റിപ്പൻറ്റൻസ് വേണം. പിന്നെ ഈ കുഞ്ഞാടുകളായിട്ട് ജനിച്ച ആടുകളായിട്ട് വളരണമെങ്കിലും എല്ലാം ഒരു റിപ്പൻറ്റൻസ് വേണം. എന്ന് പറഞ്ഞാൽ റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതുവരെ എന്താ, നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് ചിന്തിച്ചു, പല തീരുമാനങ്ങൾ എടുത്തു, നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു. ഇപ്പം തന്നെ മൊബൈൽ അഡിക്ഷൻ്റെ കാര്യമൊക്കെ ടീച്ചർ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. മൊബൈൽ അഡിക്ഷൻ, സ്ക്രീൻ ടൈം, അതുപോലെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മളങ്ങ് ജീവിച്ചു പോകുന്നു. എനിക്ക് ബോധിച്ചത് ഞാൻ ചെയ്യും, എന്നെ ആരാ ചോദ്യം ചെയ്യാൻ. നമ്മൾ ചിലപ്പോൾ അങ്ങനെ അങ്ങ് പ്രകടമായിട്ട് പറയത്തില്ലായിരിക്കും, എങ്കിലും നമ്മുടെ ഭാവം അങ്ങനെ. അമ്പടെ ഞാൻ അത്ര മോശക്കാരൻ്റെ, നിങ്ങളൊന്ന് മാറിയിരിക്കും, ഞാൻ ആരാ മോൻ എന്ന് കാണിച്ചു തരാം, എനിക്കെല്ലാം പറ്റും. നമ്മുടെ ഒരു ഒരു അഹങ്കാരം എന്ന് പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞ അഹങ്കാരം, എന്താ പറഞ്ഞാൽ ആ ഒരു സ്വയത്തിന്റെ ഒരു ഭാവം, ഞാൻ എന്നുള്ള ഒരു ഭാവം. ചിലപ്പോൾ ഞാനെന്നുള്ളൊരു അമ്പട ഞാനേ എന്നുള്ളൊരു ഭാവമായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ഒരു നേരെ ഓപ്പോസിറ്റ് അയ്യോ പാവം ഞാനേ എന്നായിരിക്കും. അയ്യോ പാവം ഞാനേ ആയാലും അമ്പട ഞാനേ ആയാലും എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഞാനുണ്ട് പറഞ്ഞാൽ ഒരു സെൽഫ്. അയ്യോ പാവം ഞാനെന്ന് പറഞ്ഞാൽ ആകും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എല്ലാവരും എന്നെ ഇങ്ങനെ കരുതണം, എല്ലാവരും എന്നെ വന്ന് വിസിറ്റ് ചെയ്യണം, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളങ്ങ് ഒരു സ്വയം സഹതാപത്തിൽ, അയ്യോ ഞാനാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും കഷ്ടം അനുഭവിക്കുന്ന ആൾ. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കാണും. പക്ഷേ എങ്കിലും ഒരു സ്വയം സഹതാപത്തിൻ്റെ ഒരു കുഴി പിടിച്ച് നമ്മൾ തന്നെ അതിനകത്തിരുന്നങ്ങ് വിലപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു വല്ലാത്തൊരു നമ്മളെ തന്നെ അങ്ങ് കുറ്റപ്പെടുത്തിക്കൊണ്ട്, അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് അങ്ങനെയാണ്, ദൈവം പോലും എന്നോട് ക്ഷമിക്കത്തില്ല, അയ്യോ പാവം ഞാനേ, അയ്യോ പാവം ഞാനേ ആയാലും അമ്പട ഞാനേ ആയാലും അതെല്ലാം എന്താ, അതിലും നല്ല ഒരു മാനസാന്തരം വേണം നമ്മുടെ ജീവിതത്തിൽ. യേശുക്രിസ്തുവിന് ചേരാത്തതായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു മാനസാന്തരം വേണം. അപ്പം നമ്മളുടെ ആരെങ്കിലും മാനസാന്തരം ആവശ്യമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാ ദിവസവും നമുക്ക് മാനസാന്തരം ആവശ്യമുണ്ട്. എല്ലാ ദിവസവും മാനസാന്തരം ആവശ്യമുണ്ടെന്ന് പറയുമ്പം നമ്മൾ ഒരു നല്ല മനസാക്ഷിയോടെ കർത്താവിൻ്റെ കൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മളുടെ ചിന്തകൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മളുടെ വികാരങ്ങൾ, തീരുമാനങ്ങൾ, നമ്മളുടെ ചില മുഖഭാവങ്ങൾ, നമ്മളുടെ ചില വാക്കുകൾ, നമ്മുടെ വായിൽ നിന്ന് വരുന്നത്, ചില പ്രവർത്തികൾ, നമ്മൾ ചെയ്യാതിരിക്കുന്നത്, ചെയ്യേണ്ട ചില നന്മ ചെയ്യാതിരിക്കുന്നു, ചെയ്യേണ്ടാത്ത ചില കാര്യങ്ങൾ പോയി ചെയ്യുന്നു, ചിലരെ കുത്തി നോവിക്കുന്നു, ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നു, അസൂയ വരുന്നു, ആകുല ചിന്തകൾ വരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള അതൊക്കെ എന്താ, കർത്താവിൻ്റെ സ്വഭാവത്തിന് ചേരാത്തതായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ നിന്നെല്ലാം എന്ത് വേണം, ഒരു മാനസാന്തരം വേണം. അതാണ് ഞാൻ ഈ പറഞ്ഞത്, നമ്മൾ കർത്താവിൻ്റെ ആടുകളാകാനും കുഞ്ഞാടുകളാകാനും ആടുകളായിട്ട് വളരാനും ഒക്കെ എന്ത് വേണം, ഈ ഒരു മാനസാന്തരം വേണം. എങ്കിലേ നമുക്ക് എന്ത് പറ്റുള്ളൂ, കർത്താവിൻ്റെ ഇമ്പസ്വരം കേൾക്കാനും ഇങ്ങനെ കർത്താവിനെ അറിഞ്ഞ് അനുഗമിക്കുന്ന ഒരു കാര്യവും നമ്മൾ ആദ്യം വായിച്ച് അനുഗമിക്കും. അങ്ങനെ നിത്യജീവനെ ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യവും ആരും നമ്മളെ പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നും പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയില്ല എന്നുള്ള കാര്യമൊക്കെ വായിച്ച് അത് കേട്ടപ്പോൾ ഒത്തിരി പേര് കല്ലെടുക്കാൻ തുടങ്ങി. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ഇന്ന് നമുക്ക് കല്ലെടുക്കുമല്ല, മറിച്ച് എന്താ, നമ്മളുടെ കല്ലുപുള്ള ഹൃദയം ഉരുകണം. ഈ കല്ലുപുള്ള ഹൃദയം ഉരുകുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ യെഹെസ്കേൽ 36 അധ്യായത്തിലേക്ക് പോയി. അവിടെ തന്നെ ഈ കല്ലുരുകുന്ന കാര്യമാണ് നമ്മളിപ്പം വായിക്കാൻ പോകുന്നത്. അവിടെ കല്ലുരുകുമ്പോൾ എന്താ, അവിടെ ആദ്യം കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ ശുദ്ധജലം തളിച്ച് ഞാൻ നിങ്ങളെ നിർമ്മലനാക്കുന്ന എവിടെ വായിച്ചേ, യെഹെസ്കേൽ 36-25 വാക്യത്തിൽ വായിച്ച ആ ശുദ്ധജലം തളിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മളിപ്പം വായിച്ചേ, മാനസാന്തരപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം, കർത്താവിന്റെ ജീവിതത്തിൽ ഒരു ടേൺ. ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എബൌട്ട് ടേൺ. മിലിറ്ററിയിലൊക്കെ ലെഫ്റ്റ് റൈറ്റ് എബൌട്ട് ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ 180 ഡിഗ്രി അങ്ങ് ടേൺ ചെയ്യും.
360 ഡിഗ്രി ടേൺ ചെയ്തത് പിന്നെ അങ്ങ് അതിലും അങ്ങോട്ട് ലോകത്തിലോട്ട് ഫേസ് ചെയ്യുന്ന ആൾ 360 ഡിഗ്രി ടേൺ ചെയ്ത് പിന്നെ ലോകത്തിലോട്ടായി. 360 ഡിഗ്രി അല്ല, 180 ഡിഗ്രി, ഒരു യു ടേൺ. നമ്മൾ ഈ ഇപ്പൊ പിന്നെ ഈ ഹൈവേയുടെ പണിയൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും യു ടേൺ ആണ്. കുറെ നമ്മൾ അങ്ങോട്ടൊന്ന് തിരിയണമെങ്കിലും ഒത്തിരി അങ്ങോട്ട് പോയിട്ട് വേണം യു ടേൺ എടുത്തിട്ട് വരാൻ. അപ്പൊ എല്ലാവർക്കും യു ടേൺ അറിയാം. അപ്പൊ നമ്മൾ ലോകത്തിലേക്ക് നമ്മുടെ ജഡപ്രകാരം ലോകപ്രകാരം അങ്ങ് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് ജീവിക്കുന്ന ആ ജീവിതത്തിൽ നിന്ന് കർത്താവ് നമുക്ക് കുറച്ചുകൂടെ വെളിച്ചം തരുമ്പോൾ, കർത്താവ് എനിക്കൊരു മാനസാന്തരം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ചിന്തകളിലും എൻ്റെ വാക്കുകളിലും മനോഭാവങ്ങളിലും പ്രവൃത്തികളിലും ഒക്കെ ഒരു യു ടേൺ വേണം കർത്താവ്. അവിടെയൊക്കെ ഞാൻ ഒത്തിരി അങ്ങ് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ കർത്താവ് എൻ്റെ സമയം ഞാൻ തക്കത്തിൽ ഉപയോഗിക്കുന്നില്ല. എഫേസർ 5:16 എൻ്റെ സമയം തക്കത്തിൽ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സമയം തക്കത്തിൽ ഉപയോഗിക്കുക, മേക്ക് ദ മോസ്റ്റ് ഓഫ് യുവർ ടൈം, അല്ലെങ്കിൽ റിഡീം യുവർ ടൈം, എക്സാഗ്രോത്സോ റിഡീം എന്നുള്ളൊരു ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും പിശാചിൻ്റെയൊക്കെ ബന്ധനത്തിലാണ് നമ്മുടെ ടൈം ഇരിക്കുന്നത്, നമ്മുടെ സമയം ഇരിക്കുന്നതാണ്. വചനമാകുന്ന വാള് വെച്ച് ഈ ചെങ്ങല, ഈ ബന്ധനങ്ങളെയൊക്കെ ഒന്ന് മുറിച്ച്, ജ്വാലയുള്ള പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള വചനമാകുന്ന വാള് വെച്ച് ഈ ബന്ധനത്തെയൊക്കെ മുറിച്ച് നമ്മുടെ സമയം, എൻ്റെ സമയം കർത്താവ് 24 മണിക്കൂറും അങ്ങേക്കുള്ളതെന്ന് പറയുമ്പോൾ നമ്മളെന്ത് 24 മണിക്കൂറും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഉറങ്ങുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഒരു നല്ല മനസാക്ഷിയോടെ കർത്താവിനോട് ചേർന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മുടെ സമയം എന്ത് ചെയ്താലും കർത്താവിന് എന്നവണ്ണം ചെയ്യുമെന്നാണ് കൊളോസ്യർ 3:23-24 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ഞാൻ പറഞ്ഞ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് മാനസാന്തരപ്പെടാൻ ഉള്ള മേഖലകളെ അങ്ങ് എനിക്ക് കാണിച്ചു തരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളുടെ ചില മനോഭാവങ്ങൾ, ചിലരോടുള്ള ചില മനോഭാവങ്ങൾ, ചിലപ്പോൾ നമ്മൾ ക്ഷമിക്കാതിരിക്കുന്ന അവസ്ഥകളായിരിക്കും. ചിലരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അവരെന്നാലും എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, അവരെന്നാലും ആ പാര വെച്ചല്ലോ, എന്നാലും അവർ എന്നെ ഒറ്റിക്കൊടുത്തല്ലോ, അല്ലെങ്കിൽ അതുപോലെയൊക്കെ ഒറ്റിക്കൊടുത്തെന്ന് പറഞ്ഞാൽ യുവദാസ് ഒറ്റിക്കൊടുത്ത പോലെ വലിയ കാര്യമൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ ബോസിൻ്റെ ഇടയ്ക്ക് ചെന്ന് എൻ്റെ അന്ന് ആ കാര്യം പറഞ്ഞല്ലോ, എന്തെങ്കിലും ആയിരിക്കും ഒറ്റിക്കൊടുത്തല്ലോ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിലരോട് നമുക്ക് അങ്ങ് ചില അങ്ങ് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളോ കാര്യങ്ങളോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആകുല ചിന്തകളോ, അസൂയ, കർത്താവിന്റെ സ്വഭാവത്തിന് ചേരാത്തതായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് പാപം എന്ന് നമ്മൾ പറയുന്നത്. ഈ പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടേണ്ട. പാപം എന്ന് പറഞ്ഞാൽ എന്താ? പാപം എന്ന് പറഞ്ഞാൽ ഞാൻ ആരെ കൊലപാതകം ചെയ്തിട്ടില്ല, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ല, ഞാൻ ബാങ്ക് പിടിക്കാനോ അല്ലെങ്കിൽ ഞാൻ വലിയ കൊലയാളിയൊന്നും അല്ല എന്ന് പറയും. അപ്പം ഞാൻ പട്ടികയിൽപ്പെട്ട പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതല്ല. നമ്മളെല്ലാവരും പാപികളാണെന്ന് പറയുന്നൊരു വാക്യം ഏതാ? റോമർ 3:23 വാക്യം. റോമൻസ് 3:23 പറയുന്ന ഓൾ ഹാവ് സിൻഡ് ആൻഡ് ഹാവ് ഫോളൻ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പം പാപത്തിന്റെ ഒരു ഡെഫിനേഷൻ ആ വാക്യത്തിൽ നിന്നുണ്ട്. എന്താ പാപം എന്ന് പറഞ്ഞാൽ? ദൈവ തേജസ്സിൽ നിന്ന് കുറവ് വന്നിട്ടുള്ളതാണ് പാപം. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് അവിടെ വായിച്ചിരിക്കുന്നു. അപ്പൊ പാപം എന്ന് പറഞ്ഞാൽ ദൈവ തേജസ്സിൽ നിന്ന് കുറവുള്ളതെല്ലാം പാപം. വാട്ട് എവർ ദാറ്റ് ഫോൾ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സീൻ ഇൻ ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് അവന്റെ തേജസ്, പിതാവിന്റെ ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്നാണ് ഇവിടെ വായിക്കുന്നത്. യോഹന്നാൻ 1:14 വാക്യത്തിൽ യേശുവിലാണ് ആ ദൈവ തേജസ് വെളിപ്പെട്ടത് പരിപൂർണമായിട്ട്. അപ്പൊ യേശുവിന്റെ തേജസ്സിൽ നിന്ന് കുറവുള്ള ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുമ്പോൾ അവിടെ ഒരു മാനസാന്തരം വേണം. നമ്മൾ എങ്ങനെ കുഞ്ഞാടുകളായിട്ട് ജനിച്ച് ആടുകളായിട്ട് വളർന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ അനുഗമിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എന്താ? അവിടെ ഒരു മാനസാന്തരം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്വഭാവത്തിന് ചേരാത്തതായിട്ടുള്ള ചില മനോഭാവങ്ങൾ, ചില ചിന്തകൾ, ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ചിലപ്പോൾ നമ്മളെ തന്നെ ഉയർത്താൻ വേണ്ടിയുള്ള ചില പരാക്രമങ്ങൾ, ഞാൻ എന്ത് നല്ല മനുഷ്യനാ, എല്ലാവരും എന്നെ അനുമോദിക്കണം, എന്നെ അഭിനന്ദിക്കണം, നമ്മളെ തന്നെ അങ്ങ് ഉയർത്തുകയും നമ്മൾ ബാക്കിയുള്ളവർ ഇടിച്ചു താഴ്ത്താൻ നോക്കി, അല്ലെങ്കിൽ ചിലപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോ നമ്മുടെ സ്വയത്തിൻ്റെതായ ചില കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ നമ്മളെ അങ്ങ് കർത്താവിൽ നിന്ന് അകറ്റിക്കളയുന്ന പല കാര്യങ്ങൾ. അപ്പം അവിടെ ഒരു മാനസാന്തരം, കർത്താവ് അതിന് കൂടുതൽ വെളിച്ചം, യേശുവിനെ കുറിച്ചുള്ള കൂടുതൽ വെളിച്ചം വചനത്തിലൂടെയൊക്കെ നമുക്ക് തരുമ്പം, പല സാഹചര്യങ്ങളിലൂടെയൊക്കെ കർത്താവ് നമുക്ക് കൂടുതൽ യേശുവിനെ കുറിച്ചുള്ള വെളിച്ചം തരുമ്പോൾ കർത്താവ് ഞാൻ അങ്ങയിൽ നിന്ന് എത്ര വിഭിന്നനാണ് ഞാൻ, എനിക്ക് അവിടുത്തെ ചിന്തകൾ പോലെ അല്ലല്ലോ, അത്ര നിർമ്മലമല്ലല്ലോ എൻ്റെ ചിന്തകൾ, എത്ര നീളമുള്ളതാണ് എൻ്റെ ചിന്തകൾ, എത്ര സ്വാർത്ഥതയുള്ളതാണ് എൻ്റെ ചിന്തകൾ. അപ്പം അങ്ങനെ ഒരു മാനസാന്തരം നമ്മുടെ ചിന്തകളിലും മനോഭാവങ്ങളിലും വാക്കുകളിലും ഒക്കെ നമ്മൾ കൃപയോടുകൂടിയ വാക്കുകൾ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകൾ സംസാരിക്കണമെന്ന എഫേസർ 4:29 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മളെ കേൾക്കുന്നവർക്ക് കൃപയാണ് ലഭിക്കുന്നത്, അതും സ്വൈരക്കേടാണ് ലഭിക്കുന്നത്. ഒരു തലയും ചെവിയും കേൾക്കത്തില്ല, നീ എന്നൊക്കെ പറയുമല്ലേ, ഒരു സ്വൈരം തരത്തില്ല, എന്തൊരു ഒച്ചപ്പാടാ, എന്തൊരു ബഹളവാ. അങ്ങനെയാണോ നമ്മളുടെ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ നമ്മുടെ അപ്പനമാരോ നമ്മുടെ സഹോദരങ്ങളോ ഒക്കെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കൃപ ലഭിക്കുന്ന വാക്ക്, മറ്റുള്ളവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകൾ പറയാൻ, ലെറ്റ് യുവർ വേർഡ്സ് ഓൾവേസ് ബി വിത്ത് ഗ്രേസ്, സീസൺ അസ് ഇറ്റ് വേ വിത്ത് സോൾ, സോ ദാറ്റ്
യു മേ നോ ഹൗ ടു റെസ്പോണ്ട് ടു ഈച്ച് പേഴ്സൺ. കൊളോസ്യർ 4:6 നമ്മളത് വായിക്കുന്നത്. എന്താ വായിച്ച്? നിങ്ങളുടെ വാക്ക് എപ്പോഴും ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം എന്നുള്ള കാര്യമാണ് വായിക്കുന്നത്. അതാ കൊളോസ്യർ 4:6 അത് വായിക്കുന്നത്. എഫേസ്യർ 4:29 തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ്, ലെറ്റ് നോ അൺഹോൾസം വേർഡ് പ്രൊസീഡ് ഫ്രം യുവർ മൗത്ത്, ബട്ട് സച്ച് എ വേർഡ് as is good for edification according to the need of the hour, that it may impart grace to those who hear. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുമാറ് അങ്ങനെയുള്ള വാക്കുകൾ പറയണം. ആകാത്ത വാക്കുകളൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആവശ്യത്തിനൊത്ത വേണം. ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എവിടേക്കാണ് മാനസാന്തരം വേണ്ടത്? നമ്മുടെ വാക്കുകളിൽ, ചിന്തകളിൽ, മനോഭാവങ്ങളിൽ, നമ്മളുടെ നമ്മളുടെ വികാരങ്ങളിൽ, നമ്മളുടെ തോന്നലുകളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. അതിനല്ലാതെ നമ്മുടെ മോട്ടീവ്സ്, ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ അങ്ങനെ പല ഞാൻ സാധാരണ ഒരു 9 കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു ഈ ഒരു ഏരിയാസ്: ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, ഡെസിഷൻസ്, ഡിസയേഴ്സ്, ഇമോഷൻസ്, തോട്ട്സ്, വേർഡ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഡീഡ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളുടെ ആ ഉള്ള പല കാര്യങ്ങളായി പറയുന്നത്. നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സ്, മനോഭാവങ്ങൾ, മറ്റുള്ളവരോട്, ദൈവത്തോടുള്ള മനോഭാവം, നമ്മളിൽ നിന്ന് നമ്മളെക്കാട്ടിൽ ഉയർന്നവരോടോ താഴ്ന്നവരോടോ ഒക്കെ ഉള്ള മനോഭാവം, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, എവിടെയൊക്കെ മാനസാന്തരം വേണം, എവിടെയൊക്കെ കർത്താവിൻ്റെ ആധിപത്യം നമ്മുടെ ജീവിതത്തിൽ വരണം, എങ്ങനെ നമ്മളെ കർത്താവിൻ്റെ യഥാർത്ഥത്തിലൊരു മാനസാന്തരത്തിൽ കുഞ്ഞാടായി ജനിച്ച് ആടുകളായിട്ട് വളരാൻ ഉള്ള കാര്യം ഈ പറയുന്നത്. എന്താ? ആറ്റിറ്റ്യൂഡ്സിലെ ഒരു മാനസാന്തരം, മനോഭാവത്തിൽ ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നമ്മളെ തന്നെ അങ്ങ് ഉയർത്തുന്ന ഉദ്ദേശ ലക്ഷ്യമാണ്. അത് നമ്മുടെ മോട്ടീവ്. കർത്താവ് എനിക്ക് എപ്പോഴും അവിടുത്തെ നാമോഹത്വത്തിനായിട്ട് ചെയ്യണം എല്ലാ കാര്യങ്ങളും. ഞാനങ്ങ് കുറഞ്ഞില്ലാതാകണം. അവിടുന്ന് കർത്താവ് എല്ലാമായിട്ട് വളരണം. ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, പിന്നെ ഡിസിഷൻസ്, നമ്മുടെ തീരുമാനങ്ങളൊക്കെ കർത്താവ് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് പറ്റണം. ഡിസിഷൻസ്, ഡിസയേഴ്സ്, നമ്മുടെ ആഗ്രഹങ്ങൾ, അത് കർത്താവ് തന്നെ ആയിരിക്കണം നമ്മളുടെ ആഗ്രഹം. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാവട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ. ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, ഡിസിഷൻസ്, ഡിസയേഴ്സ്, ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങൾ. അത് ദുഃഖിക്കുന്നവരോട് കൂടി ദുഃഖിക്കാനും സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കാനും ഒക്കെ നമ്മൾ റോമർ 12 15-16 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. റിജോയ്സ് വിത്ത് ദോസ് ഹു റിജോയ്സ് ആൻഡ് വീപ്പ് വിത്ത് ദോസ് ഹു വീപ്പ്. അപ്പോൾ അങ്ങനെയുള്ള വികാരങ്ങൾ, പിന്നെ ഇമോഷൻസ്, പിന്നെ നമ്മുടെ തോട്ട്സ്, ചിന്തകൾ. അത് കർത്താവിന് പ്രസാദകരമാകട്ടെ, എൻ്റെ വാക്കുകളും ചിന്തകളും കർത്താവിന് പ്രസാദകരമാകട്ടെ എന്ന് നമ്മൾ സങ്കീർത്തനം 19 അവസാനത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 19-14 വാക്യത്തിൽ. അപ്പം ആ ഒരു ചിന്തകൾ, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, ഡിസിഷൻസ്, ഡിസയേഴ്സ്, ഇമോഷൻസ്, തോട്ട്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുന്ന രീതിയിലുള്ള ചില ഫേഷ്യൽ എക്സ്പ്രഷൻ, ചില മുഖഭാവങ്ങൾ അങ്ങനെയാണോ? അതോ മറിച്ച് മറ്റുള്ളവർക്കൊരു സന്തോഷവും പ്രത്യാശയും നൽകുന്ന, സ്നേഹം നിറയുന്ന, എന്നാൽ ചിലപ്പോൾ ശരിയാണ്, നല്ല ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മക്കളോടോ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥരോടോ ഒക്കെ ചിലപ്പോൾ നമ്മൾ ഫേമായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അതിൽ നമ്മളൊരു എന്താ ഒരു മാനുഷിക കോപത്തിൽ എന്തെങ്കിലും ചെയ്യുന്ന കാര്യമില്ല, മറിച്ച് ഒരു ദൈവികമായിട്ടുള്ളൊരു കാർക്കശ്യത്തോടെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഫേമായിട്ടൊക്കെ ചെയ്യാം. അത് തീർച്ചയായിട്ടും അത് കർത്താവ് തന്നെ വളരെ ഫേമായിട്ട് ദൈവാലയം ശുദ്ധമാക്കുന്ന കാര്യമൊക്കെ നമ്മൾ ദൈവക്രോധത്തോടെ ചെയ്യുന്നതൊക്കെ, ദൈവകോപത്തോടെ ചെയ്യുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. മാനുഷിക കോപമല്ല, എന്നാൽ ദൈവികമായ ഒരു എരിവോടുകൂടി ചെയ്യുന്നത്. അപ്പം പക്ഷെ നമ്മളുടെ മുഖഭാവങ്ങൾ, ചിലപ്പോൾ പാപത്തിനെതിരെ, പാരമ്പര്യത്തിനെതിരെ നമ്മൾ കർക്കശമായിട്ട് ചില നിലപാടുകളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മുഖഭാവങ്ങൾ ആ ഒരു ദൈവികമായ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. പിന്നെ വേർഡ്സ്, നമ്മുടെ വാക്കുകൾ. നമ്മളിപ്പം വാക്കുകളെ കുറിച്ച് 2 വാക്യം നമ്മളിപ്പം പറഞ്ഞു. എന്താ? എഫേസ്യർ 4:29, കൊളോസ്യർ 4:6 വാക്യമൊക്കെ പറഞ്ഞു. ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകളായിരിക്കണം. ഉപ്പിനാൽ രുചി വരുത്തിയ കൃപയോടുകൂടിയ വാക്കുകൾ. അവിടെ കൃപയെ ഉപ്പിനോട് ഉപമിച്ചിരിക്കുക. കൃപ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ കൃപ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാകുന്ന കൃപയോടുകൂടിയ വാക്കുകൾ പറയണം. വെച്ചാൽ നമ്മുടെ ജഡം, നമ്മുടെ സ്വന്തം ഇഷ്ടം ക്രൂശിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പം നമ്മുടെ വാക്കുകളിലൊരു കൃപ ഉണ്ടാവും. നമുക്ക് ശരിയാണ്, ചിലപ്പോൾ നമ്മൾ കർക്കശമായിട്ട് ചില വാക്കുകൾ പറയേണ്ടതായിട്ടുണ്ട്. എങ്കിലും അവിടെ ഒരു മാനുഷിക കോപമോ അല്ലാതെ ഒരു സ്വയത്തിൻ്റെ ഒരു എരിച്ചിലോ ഒന്നും ഇല്ലാതെ നമ്മൾ ഫേമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു. പക്ഷേ അവിടെ ഒരു കൃപയുണ്ട്. കേൾക്കുന്നവർക്കത് ഒരു കൃപ, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, ദുഃഖത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാനുള്ള ഒരു കൃപ. ആ ഒരു കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അത് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞിരിക്കുന്നു എന്നാണ് അവിടെ 2 കൊരിന്ത്യർ 12:9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു, ഫോർ മൈ പവർ ഇസ് പെർഫെക്റ്റഡ് ഇൻ വീക്ക്നെസ്. അപ്പം ആ ഒരു ഗ്രേസിനെ പവറിനോട് ഇക്വേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കും ആ വാക്യത്തിൽ. കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തിയാണ്, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. കൃപ എന്ന് പറഞ്ഞാൽ കൃപയുടെ ആത്മാവെന്നാണ് പരിശുദ്ധാത്മാവിനെ എബ്രായർ 10:29 സഖര്യാവ് 12:10
സെക്രിയ 12:10, സെക്രിയ 12:10, എബ്രായർ 10:29 ഒക്കെ കൃപയുടെ ആത്മാവെന്ന പരിശുദ്ധാത്മാവിനെ വിളിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ കൃപ എന്ന് പറയുന്നത്. അപ്പൊ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ആ കൃപ പകരുന്ന വാക്കുകൾ സംസാരിക്കുന്ന ഒരു കാര്യം നമ്മൾ എവിടെയൊക്കെ വായിച്ചു. ഇപ്പം കൊളോസർ 4:6, എഫേസർ 4:29 വാക്യത്തിൽ നമ്മൾ വായിച്ചു. പിന്നെ നമ്മളുടെ ഡീഡ്സ്, നമ്മളുടെ ചെയ്തികൾ, നമ്മൾ എന്ത് ചെയ്യുന്നു, സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ നമ്മളെ വീണ്ടും സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ വായിക്കുന്നത്. എഫേസർ 2:10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെന്തോ നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വാർത്തയെ പോലെ എന്തെങ്കിലും കൂടി നടന്ന് എന്തെങ്കിലുമൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി സമയം കളയണമെന്നുള്ളതല്ല, മറിച്ച് മറിയത്തെ പോലെ കർത്താവിൽ നിന്ന് കേട്ട് കർത്താവിന്റെ പ്രേരണയാൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ചില സൽപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു നല്ല വാക്ക് പറയുന്നതായിരിക്കും, മറ്റുള്ളവരെ സഹായിക്കുന്നതായിരിക്കും, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നതായിരിക്കും, നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിനായിരിക്കും, നമ്മുടെ വീട്ടിലെയും കുടുംബത്തിലെയും ജോലി സ്ഥലത്തേക്ക് ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യം. അപ്പം ഇതിൽ നിന്നെല്ലാം കുറവ് വരുന്നതിനെ കുറിച്ച് എന്ത് വേണമെന്ന് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നേ? മാനസാന്തരപ്പെടണം. അവിടെ ഒരു മാനസാന്തരവും ഒരു വിശ്വാസവും, അത് റിപ്പൻറ്റൻസ്, അത് ആ വീണ്ടും ജനനത്തിന്റെ ആ സമയത്ത് തന്നെ യഥാർത്ഥത്തിൽ ഒരു വീണ്ടും ജനം നടക്കണമെങ്കിൽ ഈ റിപ്പൻറ്റൻസും ഫെയ്ത്തും വേണം, മാനസാന്തരവും വിശ്വാസവും വേണം. ഈ വിശ്വാസ ജീവിതത്തിൽ വളരാനും ഈ ക്രിസ്തീയ ജീവിതത്തിൽ വളരാനും എന്ത് വേണം? ഈ റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത് വേണം. അവിടെ ആ ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ കർത്താവിന് ഹൃദയത്തെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെ ഒക്കെ നമ്മുടെ വായിൽ നിന്ന് വരുന്നു. നമ്മുടെ വാക്കുകൾ എന്തെങ്കിലും ഒരു നമ്മൾ പറഞ്ഞത് ചിലപ്പോൾ അങ്ങ് കൂടിപ്പോയി, അപ്പോൾ അവർ ക്ഷമ ചോദിക്കാൻ, സോറി ഞാൻ പറഞ്ഞത് കുറച്ചൊരു കൂടി എന്ന് ഹർട്ടായെങ്കിൽ സോറി എന്ന് പറയാനുള്ളൊരു താഴ്മ. അവിടെ ഒരു നമ്മുടെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ദൈവമുമ്പാകെ ഒരു മാനസാന്തരം ഉണ്ട്. പിന്നെ നമ്മൾ വേറെ ആരെങ്കിലും നമ്മൾ പറഞ്ഞതോ പറയാത്തതോ ചെയ്തതോ ചെയ്യാത്തതായിട്ടുള്ള കാര്യം കൊണ്ട് വേറെ ആൾക്കൊരു മുറിവുണ്ടായെങ്കിൽ അവരോട് ഒരു ക്ഷമ ചോദിക്കുന്ന ഒരു മാനസാന്തരം. അവിടെ അനുരഞ്ജനം, അല്ലെങ്കിൽ ഇങ്ങനെ തമിഴില് ഒപ്പുറവാവൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ തമിഴ്നാട്ടിൽ വെല്ലൂരുണ്ടായിരുന്നില്ല കുറേ നാൾ. അപ്പം ഒപ്പുറവാകുക എന്ന് പറയുന്നത് പറഞ്ഞാൽ അനുരഞ്ജനപ്പെടുക, നിരപ്പ് പ്രാപിക്കുക എന്ന നമ്മളവിടെ മലയാളം ബൈബിളിലെ മത്തായി 5:23-24 വാക്യങ്ങൾ പറയും. നിങ്ങളുടെ വഴിപാടൊക്കെ അവിടെ അങ്ങ് വെച്ചു, ആദ്യം ചെന്ന് നിരപ്പ് പ്രാപിച്ചിട്ട് പിന്നെ വന്ന് വഴിപാട് കഴിച്ചാൽ മതി എന്ന് കർത്താവ് അവിടെ മത്തായി 5:23-24 വാക്യങ്ങൾ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഇങ്ങനെ വേറെ ആരെങ്കിലും നമുക്ക് ഇതിനായിട്ട് എന്തെങ്കിലും ഉണ്ട്, നമ്മൾ ചെയ്തതോ ചെയ്യാത്തതോ പറഞ്ഞതോ പറയാത്തതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും വേറൊരാൾക്ക് ഒരു പ്രയാസമായിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചെയ്യും, സോറി ഞാൻ അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് പ്രയാസമായി, എന്നോട് ക്ഷമിക്കണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാനത് എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനുള്ളൊരു താഴ്മ. അപ്പം നമ്മുടെ മനസാക്ഷി അങ്ങ് ഫ്രീ ആവും. അല്ലെങ്കിൽ നമുക്കതൊരു എപ്പോഴും ഒരു സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ്, ചിലപ്പോൾ ഭാര്യാപത്ര ബന്ധത്തിലായിരിക്കും ഭർത്താവിനോട് ഒരു ക്ഷമ ചോദിക്കുന്ന കാര്യമായിരിക്കും, ചിലപ്പോൾ ഭാര്യയോട് ക്ഷമ ചോദിക്കുന്നതായിരിക്കും, ചിലപ്പോൾ കുഞ്ഞുങ്ങളോടായിരിക്കും നമ്മൾ ക്ഷമ ചോദിക്കേണ്ടത്. അതിൽ നിന്നൊരു നമ്മൾ നാണക്കേട് വിചാരിക്കേണ്ടതില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളാരും വീഴ്ചയില്ലാത്ത ഞങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് മനുഷ്യനാ, എനിക്കൊരു വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ അഹങ്കാരിയും വീഴ്ചയുള്ള മനുഷ്യൻ നടത്തുക. പക്ഷേ നമുക്ക് എല്ലാവർക്കും വീഴ്ച കുറവുകളൊക്കെ വരാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഴ്ച വരുമ്പം അവിടെ അങ്ങ് നമ്മളങ്ങ് നമ്മളെ തന്നെ താഴ്ത്തി ക്ഷമ ചോദിക്കാൻ, ചിലപ്പോൾ നമ്മുടെ കീഴുദ്യോഗസ്ഥരായിരിക്കും എങ്കിലും അവർക്ക് എന്തെങ്കിലും നമ്മളിൽ നിന്ന് ഒരു വീഴ്ച വരുമ്പോൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ ഞാനത് ചെയ്യേണ്ടതുപോലെ അത് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയാസമായല്ലോ, സോറി എന്ന് ആത്മാർത്ഥമായിട്ടെന്ന് പറയുന്നൊരു കാര്യം. അങ്ങനെ അവിടെ മനസാന്തരത്തിന്റെ ഫലമാണ് ഈ ഒരു റെസ്റ്റിറ്റ്യൂഷൻ, റെക്കൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ അനുരഞ്ജനം. റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് എന്തെങ്കിലും കടം വാങ്ങിച്ചു തിരിച്ചു കൊടുത്തിട്ടില്ല, അപ്പം തിരിച്ചു കൊടുക്കണം. നമ്മുടേതല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ നമ്മൾ പണ്ട് വാങ്ങിച്ച ബുക്കായിരിക്കും, ചിലപ്പം ഒന്നും കാണത്തില്ലെങ്കിൽ പോലും നമ്മുടേതല്ലാത്ത എന്തെങ്കിലും ഉണ്ട് നമ്മുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തേക്കുക. ചിലപ്പം അവരെ ചിലപ്പോൾ മറന്നുപോയി കാണും, പക്ഷെ എങ്കിലും റെസ്റ്റിറ്റ്യൂഷൻ നമ്മുടേതല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കടമാണെങ്കിൽ എത്രയും വേഗം അതങ്ങ് കൊടുത്തു തീർക്കും. ഇപ്പോൾ നമ്മൾ വലിയ ലോണോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എത്രയും വേഗം അതങ്ങ് അടച്ചു തീർക്കാനായിട്ട് അതിന് ഏറ്റവും മാക്സിമം നമ്മളതങ്ങ് കാര്യങ്ങൾ ചെയ്യുക, ഈ ഒരു നല്ല മനസാക്ഷിക്കായിട്ട്. ഓ നോ മാൻ എനിത്തിങ്, ആരോടും ഒന്നും കടപ്പെട്ടിരിക്കുന്നതെന്നാണ് റോമർ 8:13. ഞാൻ ആ വാക്യം കൂടെ വായിക്കട്ടെ. ഞാനതെല്ലാം പറഞ്ഞു തരങ്ങ് ഇൻക്ലൂഡ് ചെയ്യാം. റോമർ 13-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യമാണ്. റോമർ 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്, അന്യോന്യം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നവരും. ആരോടും ചിലപ്പോൾ നമ്മളുടെ അറിയായ്മയുടെ കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ കടം വാങ്ങിച്ചിട്ടോ അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവും, പക്ഷെ അത് എത്രയും വേഗം ആരോടൊന്നും സ്നേഹം
സ്നേഹത്തിനായിട്ട് ഒരു കടമുണ്ട് വെച്ചാൽ നമ്മൾ എത്ര സ്നേഹിച്ചാലും തീരാത്തൊരു കടമുണ്ട്, എപ്പോഴും നമ്മൾ സ്നേഹിക്കണം. അപ്പം ആ ഒരു അതല്ലാതെ ഉള്ള ഒരു കടവും പാടില്ല എന്നുള്ള കാര്യം ശരിയാണ്. ഇപ്പം അപ്പുറത്തെ വശത്ത് ഇപ്പം ഹൗസ് ലോണോ വെഹിക്കിൾ ലോണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ലോൺ എന്നുള്ളതൊക്കെ അപ്പുറത്തെ വശത്ത് ഒരു വെഹിക്കിളോ അല്ലെങ്കിൽ വീടോ ഒക്കെ ഉള്ളത് കൊണ്ട് അത് ഒരു തരത്തിൽ പറഞ്ഞൊരു കടമല്ലെന്ന് പറയാം. അഥവാ നമുക്ക് അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ അപ്പുറത്തെ വശത്ത് അത് ഉണ്ടെന്നുള്ള രീതിയിൽ എന്ന് പറയാം. അത് നമ്മൾ എത്രയും വേഗം അടച്ചു തീർക്കാൻ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ബാക്കി അതല്ലാതെയൊക്കെ ഉള്ള നമ്മളെ ഭാരപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കർത്താവേ എനിക്ക് അതിൽ നിന്ന് എത്രയും വേഗം ഒരു ഫ്രീഡം കിട്ടത്തക്ക വേണ്ട കാര്യങ്ങൾ ചെയ്യണേ എന്നുള്ളത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെ ആ ഒരു മാനസാന്തരം പക്ഷേ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ചെറുതും വലുതുമായിട്ടൊക്കെ പല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ അവിടെ ഒരു മാനസാന്തരവും വിശ്വാസം എന്താ, ഒരു കൊച്ചു കുഞ്ഞ് അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ ഒരു വിശ്വാസം. അങ്ങനെ ഒരു മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തെ ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് എ വിൽ എന്ന് പറയാം. നമ്മുടെ ഒരു ചോയ്സാണ് അവിടെ. നമ്മൾ അതുവരെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് ജീവിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പം ഞാനൊന്ന് എബൌട്ടോൺ അടിച്ച് കർത്താവ് എനിക്കായിട്ടല്ല അങ്ങേക്കായിട്ട് ഞാൻ എന്നെ തന്നെ അങ്ങ് തരുന്നു. അതാണ് ഇവിടെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു യൂ-ടേൺ, ഒരു മാനസാന്തരം നടക്കുന്നത് അവിടെ. അങ്ങനെ നമ്മളെ തന്നെ അങ്ങ് ഇൻട്രസ്റ്റ് ചെയ്ത് ദൈവത്തിനായിട്ട് അങ്ങ് സമർപ്പിച്ച് ഏൽപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുക. അത് മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുവിൻ സുവിശേഷത്തിൽ, ഈ നല്ല വർത്തമാനത്തിൽ കർത്താവ് തന്ന ഈ പാപക്ഷമയും പാപത്തെ ജയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്കുള്ള കർത്താവിനെ അനുഗമിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ എവിടെ വായിച്ചു തുടങ്ങിയ യോഹന്നാൻ 10-ാം അധ്യായത്തിലേക്ക് ഞാൻ തിരിച്ചു വന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്താ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. കർത്താവിൻ്റെ ആടുകളായിട്ട് നമ്മളായിത്തീരണം. നമ്മൾ ഹൃദയം കഠിനപ്പെടുത്തി അറിഞ്ഞോ അറിയാതെ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ കല്ലെറിയുന്നവരായിട്ട് അന്നും ആൾക്കാരുണ്ടായിരുന്നു. ഇന്നും കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ കല്ലെറിയുന്നവരുണ്ട്. അവർ പ്രകടമായിട്ട് കല്ലെറിയുന്നവരുണ്ട്. അല്ലാതെ ഹൃദയം കഠിനപ്പെടുത്തി അവരങ്ങ് കല്ലുപോലെ ആകുമ്പോഴും കർത്താവിൻ്റെ വചനം കേൾക്കുമ്പം നമുക്ക് ഒന്നുകിൽ നമ്മുടെ ഹൃദയത്തെ നുറുക്കാനായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ ഹൃദയത്തെ അവിടുന്ന് തന്നെ കർത്താവെ അങ്ങ് നുറുക്കണം. എൻ്റെ ആ സ്വന്തം ഇഷ്ടത്തെ അങ്ങ് നുറുക്കി അവിടുന്ന് അതിലങ്ങ് വാഴണം. അങ്ങനെ ഹൃദയത്തെ നുറുക്കപ്പെടാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഹൃദയം കഠിനപ്പെട്ട്, ചിലരാണെങ്കിൽ സ്തെഫാനോസൊക്കെ വചനം പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം കഠിനപ്പെടുത്തി അവരെന്താ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ കാര്യമൊക്കെ നമ്മളവിടെ അപ്പോസ്തലപ്രവൃത്തികൾ 6-7 അധ്യായങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഇന്നും വചനം കേൾക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ നമ്മുടെ ഹൃദയം കഠിനപ്പെടുത്താം. എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, മാനസാന്തരം അതൊക്കെ പണ്ടേ നിന്നൊക്കെ ഞാൻ മാനസാന്തരപ്പെട്ടെ, ഞാൻ വലിയ ആളാണ്, എനിക്ക് എല്ലാം അറിയാം, എനിക്ക് ഇതൊന്നും ഏതാണ്ട് പുതിയ കാര്യം ഏതാണ്ടാണ് എന്നല്ല. മറിച്ച് കർത്താവേ, അവിടുത്തെ മുമ്പാകെ എനിക്ക് എന്തെല്ലാം കുറവുകളുണ്ട്, ഞാൻ മാനസാന്തരപ്പെടുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു ആദ്യമായിട്ടൊരു വീണ്ടും ജനനത്തിൻ്റെ ഒരു പുതിയ അനുഭവം ഉണ്ടാകുന്നവരുണ്ടാകാം. ഒരുപക്ഷെ ഓൾറെഡി വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ തന്നെ നമുക്കൊരു പുതുക്കം വേണം. ഇവിടെ ഒരു നമ്മൾ ആടായിട്ട് വളർന്നു വരുന്ന ഒരു അനുഭവം. അപ്പം അങ്ങനെ ആടുകളാവുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനൊക്കെ ഓരോ ദിവസവും ഈ മാനസാന്തരം വിശ്വാസം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ വചനത്തിന് വേണ്ടി വല്ലാത്തൊരു ദാഹം നമുക്കുണ്ടാവും. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വചനം എന്ന മായമില്ലാത്ത പാലിനായിട്ട് ദാഹിക്കുവിൻ, വാഞ്ചിക്കുവിൻ, ലോങ് ഫോർ ദ അൺഅഡൾട്രേറ്റഡ് മിൽക്ക് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എന്താ ലേബർ റൂമിലൊക്കെ എന്ന് പറഞ്ഞ കൊച്ചുങ്ങളുടെ കരച്ചിലാണ് കേൾക്കുന്നില്ലേ? എന്താ, കൊച്ചുങ്ങൾ ജനിക്കുമ്പോഴേ ആദ്യം എന്തെന്ന് പറഞ്ഞുകൊണ്ടാ ജനിക്കുന്നേ? എനിക്ക് മൊബൈൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്? അല്ല, അത് പാലിനായിട്ടുള്ളൊരു കരച്ചില. അങ്ങ് കരച്ചില്ല. ആ പാല് കിട്ടിയാലേ, അമ്മയുടെ പാല് കിട്ടിയാലേ കുഞ്ഞിനെ കരച്ചിൽ അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ വചനം എന്ന മായമില്ലാത്ത പാലിനായിട്ട് യഥാർത്ഥത്തിൽ നമ്മളൊരു മാനസാന്തരം വീണ്ടുജനനമൊക്കെ നടക്കുമ്പോൾ നമുക്ക് ദൈവവചനത്തിനായിട്ടൊരു വലിയൊരു ആക്രാന്തം വരും. എനിക്ക് അധികമായിട്ട് ദൈവത്തിൻ്റെ വചനം വായിക്കണം, കേൾക്കണം, അറിയണം. അതൊരു വേറെ ആരും അടിച്ചു പഠിപ്പിച്ചു നിങ്ങൾ ബൈബിൾ വായിക്കുന്ന 10 പ്രാവശ്യം പറയേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് യഥാർത്ഥത്തിലൊരു മാനസാന്തരം വിശ്വാസമൊക്കെ വന്ന് കർത്താവിനോട് നമ്മളങ്ങ് ഒരു ഒന്നായി ചേരുമ്പോൾ അവിടെ കർത്താവിൻ്റെ വചനത്തിനായിട്ട് നമുക്കൊരു ദാഹവും, എനിക്ക് കർത്താവ് പറഞ്ഞ് എന്താണെന്ന് കൂടുതൽ അറിയണം, എനിക്കതിന് ഒരു ദാഹം, വചനം കേൾക്കുമ്പോൾ ഒരു സന്തോഷം, എനിക്ക് കൂടുതലായിട്ട് വചനം അറിയണം, ഇങ്ങനെ കൂടുതലായിട്ട് എവിടെ നിന്നൊക്കെ എനിക്ക് നല്ല മായമില്ലാത്ത വചനങ്ങൾ, ഇന്ന് മായമുള്ള വചനങ്ങൾ ഒത്തിരി പേര് പറയുന്നവരുണ്ട്. വചനത്തെ കൂട്ടിക്കളഞ്ഞുകൊണ്ട് സ്വന്തം ലാഭത്തിനായിട്ടും പണത്തിനായിട്ടും പ്രശസ്തിക്കായിട്ടും ഒക്കെ ഏതാണ്ടൊക്കെ രീതിയിലൊക്കെ പല രീതിയിൽ കോപ്രായങ്ങൾ ചെയ്യുന്ന ഒത്തിരി പേര് ക്രിസ്ത്യ ലോകത്തുണ്ട്. യേശുവിൻ്റെ പേരും പറഞ്ഞ് ഒത്തിരി അവര് അകമേ ചെന്നായിക്കുള്ള പുറമേ കുഞ്ഞാടിന്റെ വേഷം ധരിച്ച് ഒത്തിരി കള്ളപ്രവാചകന്മാരുണ്ടെന്നൊക്കെ കർത്താവ് മത്തായി 7-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ടെന്ന്. യഥാർത്ഥത്തിൽ മായമില്ലാത്ത കർത്താവെ, അവിടുന്ന് പഠിപ്പിച്ചതുപോലുള്ള ആ മായമില്ലാത്ത വചനങ്ങൾ എനിക്ക് അറിയണം. അപ്പം അങ്ങനെ ആ ഒരു കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നു. അതാണ് നമ്മൾ ഇവിടെ യോഹന്നാൻ 10-ന്റെ അതും കൂടെ വായിച്ച് ഞാനങ്ങ് കൺക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിച്ചോട്ടെ. യോഹന്നാൻ 10-ന്റെ 26-ന്റെ അവസാനം എന്താ നമ്മൾ വായിച്ചത്? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഈ വചനത്തിലൂടെ ഓരോ ദിവസവും നമ്മൾ ആ ശബ്ദം കേട്ട് ശീലിക്കുന്നേ.
നമ്മൾ ഒരു ദിവസം വചനം ധ്യാനിക്കുമ്പം ആ, യേശു യേശു കർത്താവ് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ നമുക്ക് സെൻസ് ചെയ്യാനും, പിന്നെ നമ്മൾ ആ കർത്താവിൻ്റെ ശബ്ദം നമ്മൾ ശീലിക്കുമ്പോൾ, കുറച്ചുകൂടെ പരിചയിക്കുമ്പോൾ, ബാക്കി പല സാഹചര്യങ്ങളിൽ നമുക്ക് പല കാര്യങ്ങളിൽ പല തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഇത് കർത്താവിൻ്റെ ഹിതമാണോ അല്ലയോ എന്നൊക്കെ ആത്മാവിലൊരു ഡിസേൺ ചെയ്യാൻ കർത്താവെ അവിടുത്തെ ഇഷ്ടം എന്താണ് കാര്യത്തിൽ. അപ്പം ദൈവം തന്നെ നമുക്ക് പല വചനങ്ങളൊക്കെ ഓർപ്പിച്ച് വചനത്തിൻ്റെ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് കർത്താവിൻ്റെ ആ ഒരു ശബ്ദം കേട്ട് തീരുമാനമെടുക്കാനൊക്കെ അത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. കുഞ്ഞാടുകളായിട്ട് നമ്മൾ വീണ്ടും ജനിക്കുന്നു, ആടുകളായിട്ട് വളർന്ന് അധികമായിട്ട് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നത് നല്ല ഒരു കർത്താവിനോട് സംസാരിക്കുകയും കർത്താവിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ. ഞാൻ അവയെ അറിയുകയും ആ ശബ്ദത്തിന് നമ്മളങ്ങ് കീഴ്പ്പെട്ട് കൊടുക്കുമ്പോൾ, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് കീഴ്പ്പെട്ട് കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവുണ്ടാകുന്നു. കർത്താവ് എന്നെ അറിയുന്നു, ഞാൻ അവനെ അറിയുന്നു. പിതാവ് ഇവിടെ ഈ 10-14-15 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയൻ പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ. അതിൻ്റെ തൊട്ട് മുമ്പുള്ള വാക്യങ്ങൾ കണ്ടോ, യോഹന്നാൻ 10-14-15 പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെയുള്ള ഒരു അറിവ്. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. എത്ര വലിയൊരു ഭാഗ്യാവസ്ഥ! പിതാവും പുത്രനും തമ്മിലുള്ള കൂട്ടായ്മയോട് ഉപമിച്ചാണ് നമ്മളും കർത്താവായിട്ടുള്ള കൂട്ടായ്മ പറഞ്ഞിരിക്കുന്നത്. എത്ര വലിയൊരു ഭാഗ്യാവസ്ഥ! നമ്മൾ ഈ ഏഴകളും ദോഷികളായിട്ടുള്ള പാപികളായിട്ടുള്ള നമ്മൾ തൃത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ഒരു കൂട്ടായ്മ, അതുപോലെ നമുക്കും കർത്താവിനോട് ഒന്നായി ചേരാനൊക്കെ ആത്മാവിൽ നമ്മുടെ ആത്മമണവാളിനോട് ഒന്നായി ചേരാനൊക്കെ എപ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ ഈ ശബ്ദം കേട്ടങ്ങ് ആ ശബ്ദത്തിന് അങ്ങ് കീഴ്പ്പെട്ട് കൊടുത്താൽ മതി. നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ അങ്ങ് സമർപ്പിച്ച് കർത്താവെ ഇവിടുത്തെ ആത്മാവിനെ അല്ലെങ്കിൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവ് നമ്മളുടെ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വചനവും ആത്മാവും നമ്മളിൽ ഒന്ന് നിറയുമ്പോൾ എന്താ, നമ്മൾ കർത്താവിനോട് ഒന്നായി ചേരുകയും കർത്താവ് നമ്മളെ അറിയുകയും നാം കർത്താവിനെ അറിയുകയും, അപ്പോൾ നമുക്ക് ആ ശക്തി കൊണ്ടാണ് നമുക്ക് കർത്താവിനെ അനുഗമിക്കാനും ഒക്കുന്നത്, നമ്മളുടെ കർത്താവിൻ്റെ വചനങ്ങളെ അനുസരിക്കാൻ. നമുക്ക് അപ്പോഴാണ് ഒരു ശക്തി, പാപത്തെ വിട്ടുകൂടാനും യൗവനമോഹങ്ങളെ വിട്ടുകൂടുവിൻ, വിഗ്രഹാരാധന വിട്ടുകൂടുവിൻ എന്നൊക്കെ നമ്മൾ എവിടെ യൗവനമോഹങ്ങളെ വിട്ടുകൂടുവിൻ 2 തിമോഥെയോസ് 2:22 വായിക്കുന്നു. പിന്നെ വിഗ്രഹാരാധന വിട്ടുകൂടുവിന്ന് 1 കൊരിന്ത്യർ 12-13 വാക്യത്തിൽ 1 കൊരിന്ത്യർ 10 അധ്യായത്തിന്റെ അതിന്റെ 14 വാക്യം, 1 കൊരിന്ത്യർ 10:14. അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ടുകൂടുവിൻ. വിഗ്രഹങ്ങൾ അങ്ങനെയൊക്കെയുള്ള ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും അതൊക്കെ വിട്ടുകൂടുവിൻ. ഇനി അപ്പം അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ ശബ്ദത്തിനായിട്ട് കീഴ്പ്പെടുമ്പോഴേ ഇതെല്ലാം വിട്ടുകൂടി ഇനി പാപത്തെയും പാരമ്പര്യത്തെയും ദൈവവചന വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളെയൊക്കെ വിട്ടുകൂടാനൊക്കെ, പല അഡിക്ഷൻസും പല ദുശ്ശീലങ്ങളും ഒക്കെ അതെല്ലാം വിട്ടുകൂടാനൊക്കെ ഉള്ള ഒരു ശക്തി ദൈവം നമുക്ക് തരുന്നത്. അതാണ് നമ്മൾ 28 ഭാഗത്തിൽ 27 വായിക്കും, ഞാൻ അവയെ അറിയുകയും. അപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്നു, കർത്താവിൻ്റെ ശബ്ദത്തിന് കീഴ്പ്പെടുമ്പോൾ കർത്താവ് നമ്മെ അറിയുകയും കർത്താവിനെ അറിയുകയും ചെയ്തു. അപ്പം അങ്ങനെ അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഈ ഫോളോ ദ ലോഡ്. അനുഗമിക്കുമ്പോൾ കർത്താവ് എന്താ, നമുക്ക് അധികമായിട്ട് അവിടുത്തെ ജീവനെ തരുവാൻ, നിത്യജീവനെ. നമ്മൾ ഓരോ ദിവസവും കർത്താവിൻ്റെ ഈ ക്രൂസിൻ്റെ പാതയിൽ നമ്മൾ അനുഗമിക്കുമ്പോൾ കർത്താവ് നമുക്ക് സമർത്ഥമായ ജീവനെയും തരുന്ന ഇതേ യോഹന്നാൻ 10-10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അധികമായിട്ട് കർത്താവിനെ അറിയുന്ന ഒരു ജീവൻ, കർത്താവിൻ്റെ സ്വഭാവമാകുന്ന ജീവനെ തരുന്നു. അങ്ങനെ ആ ജീവനെ പ്രാപിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ കൂടെ അനുഗമിച്ച് പോകുന്നതിന് ഒരു നാളും നശിച്ചു പോവുകയില്ല. അല്ലാതെ നമ്മൾ കർത്താവിനെ വിട്ടുപോയാൽ പിന്നെ കാര്യം പോക്കാം. പക്ഷേ തിരിച്ച് നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് എന്തുണ്ടെന്നാണ് പറയുന്നത് അവിടെ, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും പിടിച്ചു പറിച്ച് നിങ്ങളങ്ങ് സങ്കല്പിച്ചു. പക്ഷെ പിതാവ് എന്നിലും വലിയവൻ, പിതാവും പുത്രനും സമത്വമുള്ളവരാണ്. എന്നാൽ സമത്വം മുറുകെ പിടിക്കാതെ യേശു തന്നെ ഒഴിച്ച് താഴോട്ട് വന്നു, ഭൂമിയിലേക്ക് വന്നു എന്നാണ് നമ്മൾ ഫിലിപ്പിയർ 2:6 വായിക്കുന്നത്. എന്നാൽ ഭൂമിയിൽ താനായിരിക്കുന്ന സമയത്ത്, താനൊരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പിതാവ് എന്നിലും വലിയവനായ പിതാവെന്ന് കർത്താവ് പറയുക. ഞാൻ അവയ്ക്ക്, അത് നമ്മൾ അതിൻ്റെ 29 അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ എൻ്റെ പിതാവ് ഒന്നാകുന്നു എന്ന് പറയും. പിതാവും പുത്രനും തമ്മിലുള്ള ഒരു കൂട്ടായ്മയെ നമ്മൾ വായിക്കുന്നത്. അതുപോലുള്ളൊരു കൂട്ടായ്മയിലേക്ക് നമ്മൾ വരണമെന്ന് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പം നമ്മൾ കർത്താവിനെ കല്ലെറിയുവാനല്ല, മറിച്ച് നമ്മുടെ ഹൃദയം കല്ലിച്ചു പോകാനുമല്ല, നമ്മളുടെ ആ കല്ലുപോലുള്ള ഹൃദയത്തെ മാംസമായുള്ള ഹൃദയമായിട്ട് മാറ്റും. നമ്മൾ യഹെസ്കേൽ 36 നമ്മൾ വായിച്ചു തുടങ്ങി 25 വാക്യത്തിൽ ശുദ്ധജലം തെളിച്ച് നിർമ്മലരാക്കും, സകല വിഗ്രഹങ്ങളെയും സകല മലിനതകളെയും ഒക്കെ മാറ്റി എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറഞ്ഞത്, കല്ലുപോലുള്ള ഹൃദയത്തെ മാറ്റി മാംസമായുള്ള ഹൃദയത്തെ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മളുടെ ഹൃദയത്തെ കൂടുതലൊരു മാംസമായുള്ള ഒരു ഹൃദയത്തെ തരുവാൻ തക്കവണ്ണം നമുക്ക് അങ്ങ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ഒരു ഭാഗം പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ സൗഖ്യമാക്കണമേ. ഞങ്ങൾക്ക് സമൃദ്ധമായ ജീവനം തരണം. ഞങ്ങൾക്ക് അവിടുത്തെ ശബ്ദം കേൾക്കണം. ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടണം.
കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരവും വിശ്വാസവും ഒക്കെ ആഴത്തിൽ വരട്ടെ. ഞങ്ങൾക്കൊരു വീണ്ടും ജനത്തിനൊരു ഉറപ്പും കർത്താവെ അങ്ങേര് വളരുന്ന കുഞ്ഞാടുകൾ ആടുകളായിട്ട് വളർന്ന അവിടുത്തെ ശബ്ദത്തെ കേൾപ്പാനും ആ ശബ്ദത്തിന് കീഴടങ്ങി അങ്ങേ അറിയുവാനും കർത്താവെ അങ്ങേ അനുഗമിക്കുവാനും കർത്താവെ ആ ഒരു നിത്യമായിട്ട് ഞങ്ങളുടെ ആ ഒരു ഭദ്രതയോടെ ആരും പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ പറിച്ചുകൊണ്ട് പോകാൻ സാധിക്കത്തില്ലെന്നുള്ള വലിയ വിശ്വാസത്തോടെ ആയിരിക്കാൻ അവിടുത്തെ വചനത്തിന് മുമ്പാകെ നുറുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. നന്ദി കർത്താവെ, നന്ദി. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സഹായിച്ചായിട്ട് ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരുടെ ആവശ്യങ്ങളും അവസ്ഥകളും എല്ലാം അവിടുന്ന് അറിയുന്നു കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരെയും ആത്മീയമായിട്ട് അവിടുന്ന് സൗഖ്യമാക്കണം. പ്രാഥമികമായിട്ട് കർത്താവെ, ഞങ്ങൾ മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിക്കുമ്പോൾ വേണ്ടുന്ന എല്ലാം കൂടെ കൊടുക്കുന്നു അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളുള്ളവരും എല്ലാവരും ഉണ്ട് കർത്താവെ. അവരെ അങ്ങ് അനുഗ്രഹിക്കണം കർത്താവെ. ആവശ്യങ്ങളോട് കൂടെ ഇരിക്കണം. സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പല സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെയുള്ള പല ആവശ്യങ്ങളും വിദ്യാഭ്യാസപരമായിട്ടുള്ള പല ആവശ്യങ്ങളും ഒക്കെ ഉള്ളവരുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങളെ അങ്ങ് അറിയുന്നുണ്ടല്ലോ കർത്താവെ. ഞങ്ങളെ ആത്മീയമായിട്ട് അവിടുന്ന് സൗഖ്യമാക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ ശാരീരികവും ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളോടും അവിടുന്ന് കൂടെ ഇരിക്കുമല്ലോ. 3 നാൾ അവിടുത്തെ വചനം കേട്ടവർക്ക് കർത്താവെ അപ്പം ഉണ്ട് 4000-ലധികം പേരെ പോഷിപ്പിക്കുവാൻ അവിടത്തേക്ക് അന്ന് മനസ്സായല്ലോ. ഇന്നും കർത്താവെ അവിടുത്തെ അവിടുത്തെ രാജ്യവും നീതി ഞങ്ങൾ ഒന്നാമത് അന്വേഷിക്കുമ്പോൾ ഞങ്ങളുടെ ഭൗതിക ആവശ്യങ്ങളെ അവിടുന്ന് ടച്ച് ചെയ്യുന്നതിനായിട്ട് സ്പർശിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെല്ലാം അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. പ്രിയ ഈ കൂട്ടായ്മ നയിക്കുന്ന പ്രിയ സൗരങ്ങളെല്ലാം അങ്ങ് അനുഗ്രഹിക്കണം കർത്താവെ. അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരെയും അവിടുത്തെ സമൃദ്ധമായ ജീവനാൽ അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് ആമോദത്തിനായിട്ട് ഞങ്ങൾ ഒരുക്കപ്പെടുവാൻ കർത്താവെ ഒരുമിച്ച് ചേർക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നു എല്ലാം യേശുവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.